Hi guys, awkward silence is back after 2 weeks. നമ്മൾ 2 weeks ഗ്യാപ്പ് എടുത്തു. മൾട്ടിപ്പിൾ റീസൺസ് ബട്ട് വി ആർ ബാക്ക്. എന്താ റീസൺ പറയണം. റീസൺ പറയുന്നതിന് മുമ്പ് ലെറ്റ്സ് ഇൻട്രൊഡ്യൂസ് അവർ ന്യൂ ഗസ്റ്റ് അനൽ. അനിൽ ജയൻ. ഓക്കെ, അനൽ പറയൂ. ഞാൻ അനിൽ ജയൻ. ഞാൻ ഇവിടെ കുറച്ച് നാൾക്ക് മുമ്പ് എത്തിപ്പെട്ടൊരു മനുഷ്യനാണ്. ഞാൻ ഇത്ര നാൾ ക്യാമറയുടെ പുറകിലുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്കൊക്കെ. ഇപ്പോൾ എന്നെ ക്യാമറയുടെ മുമ്പിലേക്ക് പിടിച്ചിരുത്തിയിട്ടുണ്ട്. ഇനി ഈ ചർച്ചയിലേക്ക് എന്നെ കൊണ്ട് എന്ത് കൊണ്ടുവരാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആക്ച്വലി നമ്മുടെ മെയിൻ ക്രിയേറ്റീവ് ഹെഡ് ശബരി ആദ്യത്തെ ദിവസം വന്ന് അന്ന് സിക്ക് ലീവ് എടുത്തു പോയതാ, പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് വീക്ക് അസിസ്റ്റന്റ് ക്രിയേറ്റീവ് ഹെഡായിട്ട് ജോയിൻ ചെയ്തായിരുന്നു അനൽ. ഇപ്പൊ ഗസ്റ്റായി മാറിയിട്ടുണ്ട്. നമ്മുടെ അതാ പെട്ടെന്ന് കരിയർ മേളിലോട്ട് പോകുന്നത്. ഓക്വേർഡ് സൈലൻസ് അങ്ങനെയാണ് കേസ്. നമ്മൾ എല്ലാവർക്കും പെട്ടെന്ന് അവസരങ്ങൾ കൊടുക്കും. ഇപ്പൊ ക്യാമറയുടെ പുറകെ ഒരാളുണ്ട്, അയാളെ കൊണ്ടുവന്നിട്ട് വേണം ബാക്കി പരിപാടി. ഓക്കെ അനൽ, എങ്ങനെ ഗ്ലാസ്കോ എത്തിപ്പെട്ടു? എന്തിന് ഗ്ലാസ്കോയിൽ വന്നു? ഗ്ലാസ്കോ എത്തിപ്പെട്ടു. ഞാൻ നാട്ടിൽ ബിടെക്കൊക്കെ കഴിഞ്ഞ് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാതെ ഒരു വർഷം കറങ്ങിത്തിരിഞ്ഞ് നടന്നതിൻ്റെ ഇടയ്ക്ക് പല മാർഗ്ഗങ്ങൾ നോക്കി. ഒരു MBA പഠിക്കാൻ ഞാൻ ശ്രമിച്ചു. അതിന് CAT എഴുതി പരീക്ഷ എഴുതി കയറണമെന്നുള്ളൊരു പ്രശ്നം ഉണ്ടായതിനാൽ എഴുതി കിട്ടിയില്ല. അപ്പോൾ നമ്മൾ അടുത്ത മാർഗം നോക്കിയതാണ് UK. എൻ്റെ പല പ്രിയ സുഹൃത്തുക്കളും ആയിട്ട് ചർച്ച ചെയ്ത് നമ്മൾ ഒരുമിച്ചിരുന്ന യൂണിവേഴ്സിറ്റികൾ നോക്കി. ടെറേട്ടൻ സെവനിലൂടെ യൂണിവേഴ്സിറ്റി നോക്കിയെന്ന് പറഞ്ഞ പോലെ ഞാൻ അശ്വിനായിട്ടിരുന്ന് നോക്കി. നമ്മൾ തീരുമാനിച്ച് ഒരുമിച്ച് അപ്ലൈ ചെയ്ത് എന്നിട്ട് എനിക്ക് ഗ്ലാസ്കോയിൽ കിട്ടി. അവന് ഇഷ്ടപ്പെട്ട കോളേജ് കിട്ടിയില്ല. അവൻ എന്നെ ഒറ്റയ്ക്ക് പറഞ്ഞു വിട്ടു. അവൻ നാട്ടിൽ നിന്നു. അത് കഴിഞ്ഞ് അവൻ അടുത്ത വർഷം വന്നില്ലെന്നല്ല. പക്ഷേ അപ്പം അങ്ങനെ ഇവിടെ എത്തിപ്പെട്ടാണ്. ഇങ്ങോട്ട് എത്തിപ്പെട്ട് ഇതിൻ്റെ ഇടയ്ക്ക് എത്തിപ്പെടുന്നതും ഒരു പ്രത്യേകതരം കഥയാണ്. ഞാൻ ഗ്ലാസ്കോയിലോട്ട് വന്നു. ഇവർ ഈ വീട് തപ്പി നടക്കുന്നെന്ന് പറഞ്ഞ പോലെ തന്നെ എനിക്ക് നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് വീടൊന്നും കിട്ടിയില്ല. ഞാൻ വീട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് കറങ്ങി നടന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ നോക്കി. കുറേ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഒരു സീനിയർ അവിടെ ഉണ്ട്, ടെർനേട്ടൻ. കുറേ കഴിഞ്ഞ് പറയുമ്പോൾ എത്ര മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് സീനിയർ? ഞാൻ വരുന്നതിന് ഒരു 2 ആഴ്ച ഉള്ളപ്പോഴാണ് ഇവരെ കുറിച്ച് ഞാൻ അറിയുന്നത്. ഇങ്ങനെ ഇവിടെ ഉണ്ടെന്ന്. അതുവരെ ഞാൻ വീട് തപ്പി സ്വന്തമായി എല്ലാം നോക്കി ഒന്നും നടന്നില്ല. എന്നിട്ട് ഞാൻ ടെർനേട്ടനെ വിളിച്ചു. ഞാൻ ഓർക്കുന്നു, വല്ലാണ്ട് ഓർക്കുന്നു. ടെർനേട്ടനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് വീടൊന്നും കിട്ടുന്നില്ല, ഒന്നും അറിഞ്ഞുകൂടാ, അവിടെ ഒന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടെന്ന് പറഞ്ഞപ്പം എൻ്റെ അടുത്ത് ഒരു വിശ്വാസത്തിന്റെ ഒരു വാക്കെന്ന് പറയുന്നല്ലേ, നീ ബാക്കി നമുക്ക് നോക്കാം. അതും ആ ബാസിന്റെ ശബ്ദത്തിൽ നീ നമുക്ക് നോക്കാം. എന്താ ഒരു ആശ്വാസം അത് കേട്ടപ്പോ. അങ്ങനെ കേറി വന്നു. അതിൽ ഞാൻ ഖേദിക്കുന്നു. അങ്ങനെ വന്ന് ഞാൻ ഇവരുടെ കൂടെ ഡ്യൂക്ക് സ്ട്രീറ്റിൽ താമസം തുടങ്ങിയതാണ്. ഇപ്പം ഞാൻ ഇവരുടെ താമസിക്കുന്നില്ലെങ്കിലും ഏകദേശം കുറേ സമയം ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ കുറേ ആൾക്കാരുണ്ട് എന്ന് പറയുന്ന പോലെ. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഞാനും ചില്ലാക്കി പോകുന്നു. അതാണ് ഞാനിവിടെ എത്തിയ കഥ. ഇവിടെ വന്നത് യൂണിവേഴ്സിറ്റി പഠിക്കാനാണ്. എന്താ നീ പഠിച്ചത്? MSc മാനേജ്മെന്റ്. MBAയുടെ ഒരു ചെറിയ രൂപം എന്നാണ് പലരും പറഞ്ഞത്. ഞാനെന്താ യൂണിവേഴ്സിറ്റി ഓഫ് ഗ്ലാസ്കോ. ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം അവിടെ വന്നു പഠിച്ചു. കോഴ്സൊക്കെ നല്ലപോലെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നാട്ടിലെന്താ ബാച്ചിലേഴ്സ് എന്തായിരുന്നു? മെക്കാനിക്കൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്. ഞാൻ ഇവരുടെ സിവിൽ എഞ്ചിനീയേഴ്സ് നമ്മളെ നടുക്കിരത്തെ തുരുമ്പിനെ പ്രണയിച്ചെന്നൊക്കെ പറയും. പക്ഷെ നമ്മളങ്ങനല്ല. നമ്മള് അതിപ്പോ ഞാനെന്നല്ല, അതൊരു ടീമാണ്. ഞാൻ ഫസ്റ്റ് ഇയർ തൊട്ട് നമ്മുടെ കോളേജിൽ ഒരു വണ്ടി ഓടി നടക്കുന്ന കാണുമ്പോൾ നമുക്കൊരു കൊതിയുണ്ട് അതിനകത്ത് ഭാഗമാവാൻ. അങ്ങനെ ഇതെങ്ങനെ ഈ കാറിന്റെ പ്രൊജക്ട് എന്ന് പറയുന്നത് ഇതിങ്ങനെ പാസ് ഓൺ ചെയ്ത് വരുന്നതാണോ അതോ ഫ്രം സ്ക്രാച്ച് നിങ്ങൾ ഉണ്ടാക്കുന്നതാണോ? സോ ബേസിക്കലി ലൈക്ക് മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ ഉണ്ടാക്കിയ സമയത്തൊക്കെ ഫ്രം സ്ക്രാച്ച് ആണ്. കാരണം ഇറ്റ് ഈസ് ഒരു നാഷണൽ ലെവൽ കോമ്പറ്റീഷൻ ഉണ്ട്, SI ബാഹ എന്ന് പറഞ്ഞൊരു സാധനം. കണ്ടക്ടഡ് ബൈ SI ഇന്ത്യ. സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ. SAE എഞ്ചിനീയേഴ്സ് SAE ഇന്ത്യ എന്ന് പറഞ്ഞ്. ആൻഡ് കോമ്പറ്റീഷൻ ബാഹ. അപ്പം നമ്മുടെ കോളേജിൽ ഒരു ആദ്യത്തെ ടീം എന്ന് വെച്ചാൽ ഞാൻ കയറുന്നതിന് മുമ്പാണ്. ഞാൻ കയറിയപ്പം 2ാമത്തെ ടീം പോകുന്ന സമയം. അന്ന് ഞാൻ കോളേജിൽ കയറിയപ്പോൾ ഫസ്റ്റ് ഇയേഴ്സിൽ അങ്ങനെ ആരെയും
ടീമിലെടുക്കില്ല. അന്ന് കോളേജിൽ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, ഫസ്റ്റ് ഇയേഴ്സ് അങ്ങനെ ഈ ലൈക്ക് എന്തോ പരിപാടികൾക്കൊന്നും ഇലക്ഷനൊക്കെ വീട്ടിൽ പറഞ്ഞു വിടത്തില്ല. റാഗിങ് അങ്ങനെ പറഞ്ഞാൽ മതി, ഫസ്റ്റ് ഇയേഴ്സിന് അടുപ്പിക്കില്ല. റാഗിങ് ഒന്നുമല്ല. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇയേഴ്സിന് നമ്മുടെ കോളേജില് ഒരു പരിപാടിക്ക് ഇവരൊക്കെ സീനിയേഴ്സ് അല്ലടോ, കോളേജ് പുറത്ത് നിർത്തിയത് അങ്ങനെ എന്തോ. അപ്പം ഫസ്റ്റ് ഇയേഴ്സിന് ആരെയും കൊണ്ടുപോകാൻ ഒക്കില്ല. ലൈക്ക് ഇവന്റ് നമ്മൾ പോകണം. ഇവന്റ് നടക്കുന്നത് ഒന്ന് പിതാംബൂർ എന്ന് പറഞ്ഞ അറയുടെ ടെസ്റ്റ് ട്രാക്ക് ഇല്ലേ, നാറ്റ് ട്രാക്സ്, അവിടെ ഒരു ട്രാക്ക് ഉണ്ട്, ഓഫ് റോഡ് ട്രാക്ക്. അതൊരു ഇവന്റ്. ARA ഓട്ടോമോട്ടീവ് റിസർച്ച് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഈ വണ്ടിയുടെ മൈലേജ് ഒക്കെ പറയില്ലേ, റേഞ്ച് ഒക്കെ പറയില്ലേ, അത് ടെസ്റ്റ് ചെയ്യുന്നത് വരെ കുറെ ഒരു ഐഡിയൽ കണ്ടീഷൻ ഉണ്ടാക്കിയിട്ട്, അതായത് ബെസ്റ്റ് പെർഫോമൻസ് ഒരു ഐഡിയൽ കണ്ടീഷൻ ഇവർ ഉണ്ടാക്കും. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്കൊരു ഫിഗർ അവർ പറഞ്ഞു തരും. അതാണ് അറയും പറയുന്ന മൈലേജ്. പിന്നെ ലൈക്ക് നമ്മൾ ഓട്ടിച്ച് കിട്ടുന്ന മൈലേജ് വേറെയും പറയുമല്ലോ. ലൈക്ക് കാറിന്റെ റേഞ്ച്, ഇപ്പൊ ഇലക്ട്രിക് വണ്ടിയുടെ റേഞ്ച് പറയുന്നത് അങ്ങനെയല്ലേ, എക്സ്പെക്റ്റഡ് റേഞ്ചും റിയൽ റേഞ്ചും അതുപോലെ. അപ്പം അറയുടെ ഒരു ട്രാക്ക് ഉണ്ട്. പിന്നെ ഞാൻ കയറിയ വർഷം ലൈക്ക് അവർ വേറൊരു ഇവന്റും കൂടെ 2 ഇവന്റായിട്ട് നടത്താൻ തുടങ്ങി പഞ്ചാബിൽ. ഞാൻ പഞ്ചാബിലേ പോയിട്ടുള്ളൂ, അറയുടെ ട്രാക്ക് കാണാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ വണ്ടി ട്രാക്ക് കാണാനുള്ള ഭാഗ്യം, നമ്മൾ ഈ ഖുശ്ബുവിനെ കാണാനുള്ള ഭാഗ്യം. ആക്ച്വലി അറയുടെ ട്രാക്ക് എന്ന് പറയുന്നത് ഈ അറയുടെ ട്രാക്ക് ആക്ച്വലി എന്തോ ലൈക്ക് കൊറേ ഒഴിഞ്ഞെന്തോ സ്ഥലത്ത് കൊറേ ദൂരെ പോയി. അപ്പൊ ലൈക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ള വണ്ടിയും കൊണ്ട് പോയി നമ്മളവിടെ നിന്ന് ലൈക്ക് ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആവുന്ന പോയവര് പറഞ്ഞിട്ടുള്ളൂ. അപ്പം അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു. ലൈക്ക് അതൊരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു. സോറി, ഈ കോമ്പറ്റീഷൻ എയ്തർ നീ പോയ സ്ഥലത്തോ അല്ലെങ്കിൽ അവിടെ ആയിരുന്നു? അവിടെ ആയിരുന്നു. അപ്പം നമ്മൾ ഇതിന്റെ ബേസിക് ഐഡിയാസ് ഈ 2-3 ഇവന്റ്സ് ഉണ്ട്. ലൈക്ക് അവിടെ ആദ്യം നമുക്ക് ഫസ്റ്റ് റൗണ്ട് ഒരു ടെക്നിക്കൽ ലൈക്ക് പ്രസന്റേഷനും ലൈക്ക് വണ്ടിയുടെ കോസ്റ്റ്, ബിസിനസ്, ലൈക്ക് അങ്ങനെ സെയിൽസ്, അങ്ങനെ പല സാധനങ്ങൾ വെച്ചൊരു കുറച്ച് പ്രസൻറ്റേഷൻസ് ഉണ്ട്, വെർച്വൽ ആയിട്ടുള്ള ഇവൻറ്റ്സ് ഉണ്ട്. അത് പാസ്സായാലേ പിന്നെ വണ്ടി ഉണ്ടാക്കി ഇവൻറ്റിന് പോകാനുള്ളതുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ വണ്ടിയുടെ സ്പെക്കും കാര്യങ്ങളും ഒക്കെ വെച്ച് പ്രസൻറ്റേഷൻ ചെയ്യും. അതിൽ ഞാൻ അത്ര മുൻപന്തിയിലല്ലായിരുന്നു, ഞാൻ കുറച്ച് പുറകിലായിരുന്നു. അല്ല, വണ്ടി ഇപ്പം നിങ്ങൾ മൊത്തത്തിൽ ഡിസൈൻ ചെയ്യും, അതായത് അതോ ഒരു ചെക്ക് ഷീറ്റ് ഉണ്ടോ? അതായത് അതിപ്പം നമ്മൾ പറയുന്നില്ല, ലൈക്ക് എല്ലാത്തിനും ഒരു ബേസിക് ടെക്നിക്കൽ റെഗുലേഷൻസ് നീഡ്സും ഉണ്ട്, അതനുസരിച്ച് ബാക്കി നമ്മുടെ ഒബ്ജക്റ്റീവ്. ഡിസൈൻ ഒക്കെ മറ്റേ ബോഡി എക്സ്റ്റീരിയർ ഡിസൈൻ, ഇപ്പൊ എക്സ്റ്റീരിയർ നമ്മളിപ്പോ റോൾ കേജും അത്രേ ഉള്ളൂ. അപ്പം പക്ഷെ അത് നമ്മുടെ ആവശ്യം അനുസരിച്ച്, ഇപ്പം വണ്ടിയുടെ ലെങ്തും വെയിറ്റ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത്. വെയിറ്റ് കുറയ്ക്കാനും അങ്ങനത്തെ സാധനങ്ങളും. പിന്നെ ബേസിക് TI പാസ്സാവണം. നമ്മൾ ആദ്യം വണ്ടി പണിഞ്ഞു കൊടുക്കുമ്പം നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് TI പാസ്സാവാനുള്ളതെല്ലാം സെറ്റാക്കണം. ടെക്നിക്കൽ ഇൻസ്പെക്ഷൻ അത് പാസ്സാവണം. ലൈക്ക് സേഫ്റ്റിയുടെ സാധനമാണ് ടെക്നിക്കൽ ഇൻസ്പെക്ഷൻ. അവർ പറയുന്ന ഇത്ര സാധനങ്ങൾ വേണം. അപ്പം നമ്മൾ ലൈക്ക് ആദ്യം ഈ ഡിജിറ്റൽ ഇവൻറ്റിന് അല്ലെങ്കിൽ ഈ വെർച്വൽ ബാഗയ്ക്ക് വേണ്ടിയുള്ള സാധനം നമ്മൾ പ്രിപ്പയർ ചെയ്ത് അത് പാസ്സാക്കാനുള്ളൊരു പരിപാടിയുണ്ട്. അത് കഴിഞ്ഞ് ലൈക്ക് പ്രീവിയസ് എക്സ്പീരിയൻസസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വണ്ടി ഉണ്ടാക്കിയപ്പം ഭയങ്കര വലിയ വണ്ടിയായിരുന്നു, പെർഫോമൻസ് ഭയങ്കര കുറവായിരുന്നു. ലൈക്ക് പക്ഷേ അതിലുള്ള സന്തോഷം എന്ന് വെച്ചാൽ അത് എൻജുറൻസ് ഇവൻ്റ് ഉണ്ട്. എൻജുറൻസ് എന്ന് വെച്ചാൽ ഒരു 2 മണിക്കൂർ എന്തോ ലൈക്ക് ഈ ഓഫ് റോഡ് ട്രാക്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ഓടിക്കൊണ്ടിരിക്കണം, എത്ര ലാപ്പ്. അപ്പം അത് നമ്മൾ ഓടി തീർത്തില്ല, പക്ഷെ ഓടി ലൈക്ക് ആദ്യത്തെ വണ്ടി. അപ്പം അങ്ങനെ. അപ്പം അത് കഴിഞ്ഞ് നമ്മുടെ കോളേജിൽ അതിനുള്ള ഇതൊക്കെ ഉണ്ടോ? എങ്ങനെ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ടോ നമ്മുടെ കോളേജിൽ? നമ്മള് അതൊക്കെ രസമാണ്. രാത്രി നിങ്ങള് ഡിസൈനർ ടെക്നോസ് എന്നൊക്കെ പറഞ്ഞ് അവിടെ പെയിന്റ് അടിച്ച് നടക്കുമ്പോൾ ഇടയ്ക്ക് നമ്മളവിടെ വെളിയിൽ നിന്ന് കാശ് കൊടുത്ത് നമുക്ക് വെൽഡ് ചെയ്യാൻ, നമ്മുടെ കോളേജിലാകെ ഉള്ളത് ആർക്കും വെൽഡർ ഉണ്ടല്ലോ, ആർക്ക് വെൽഡ് ചെയ്യാൻ അറിയാം. പക്ഷെ നമ്മൾ ഈ വണ്ടി ചെയ്യുന്നത് ഒരു എന്താ ASI 4130 എന്ന് പറഞ്ഞാൽ വേറൊരു മെറ്റീരിയലാണ്, ലൈറ്റ് വെയിറ്റ്, കുറച്ച് വെയിറ്റ് കുറഞ്ഞ സ്ട്രെങ്ത് കൂടിയൊരു സാധനം. അപ്പം അത് ടിഗ് വെൽഡാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അത് മറ്റേ 2 കൈയും ഗ്യാസും കുറെ സ്കില്ലൊക്കെ വേണം. അപ്പൊ നമ്മള് വെളിയിൽ നിന്ന് മണിക്കൂർ 3000 രൂപയൊക്കെ കൊടുത്തൊരു ഫണ്ടിങ് ഓരോ സ്റ്റുഡന്റോ ടീമിലുള്ളവര്, പിന്നെ അലൂമിനീസ് സ്പോൺസർ. കോളേജിന് ഒന്നുമില്ലേ? കോളേജ് നമ്മൾ ഇവന്റിനൊക്കെ നമ്മൾ ഒരു വർഷം കോളേജ് അടക്കി തരും, ഒരു 10-50,000 രൂപയൊക്കെ ചിലപ്പം തരും. ടോട്ടൽ അപ്പോൾ ഇത് ഉണ്ടാക്കി വരുമ്പോൾ എത്ര എക്സ്പെൻസ്? 5 ലക്ഷം രൂപയായി, അത്രയൊക്കെ ആവും. അല്ല എന്നിട്ട് ഓക്കെ അല്ല ഓക്കെ ഇതിന്റെ എഞ്ചിൻ എങ്ങനെയാ?
എഞ്ചിൻ സ്പെക്കാണ് അവർ തരുന്ന എഞ്ചിന്, ലൈക്ക് ഇവന്റുകാർ തരുന്ന എഞ്ചിന് നമ്മൾ കാശ് കൊടുത്ത് മേടിക്കണം. വാങ്ങണം. അത് ലൈക്ക് എന്താ പേര് പറഞ്ഞു, മറ്റേ ഈ ലൈക്ക് ലോൺ മൂവറിന്റെ ഒരു കമ്പനി ഉണ്ട്, അതിന്റെ ഒരു എഞ്ചിനുണ്ട്, ലൈക്ക് അതേപോലത്തെ ഒരു എഞ്ചിനുണ്ട്. അത് ഈവെന്റിന് വേണ്ടിയുള്ള എഞ്ചിന്. ബ്രിക്സ് ആൻഡ് സ്ട്രാറ്റൻ എന്നാണ് എൻ്റെ ഓർമ്മ എഞ്ചിൻ്റെ, ആ ഒരു കമ്പനിയുടെ എഞ്ചിനാണ്. അപ്പം അത് തരും. ബാക്കി നമ്മൾ എല്ലാം ലൈക്ക് അത് മാത്രമാണ് അവർ പറയുന്ന എഞ്ചിൻ സ്പെക്ക്. അവർ പറയും അവിടെ ചെല്ലുമ്പോഴും എഞ്ചിൻ ചെക്ക് ഉണ്ട്, നമ്മൾ എഞ്ചിൻ മോഡിഫിക്കേഷൻ ഒന്നും വരുത്തിയിട്ടില്ല എന്നറിയാനുള്ളത്. പിന്നെ ബാക്കി അപ്പം എല്ലാവരുടെയും പവർ ഒരുപോലെ ആയിരിക്കും. ബാക്കി നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിലാണ് എല്ലാം ഇരിക്കുന്നത്. വെയിറ്റ് കുറയ്ക്കുന്നതും ഗിയർ ബോക്സ് ഡിസൈൻ, നമ്മൾ ഓരോ ചോയ്സസ് ആണ് എടുക്കുന്നത്. ആ ഡിസൈൻ ചോയ്സ് വെച്ച് നമ്മളെ വണ്ടി എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് ഗിയർ ബോക്സ് ഡിസൈൻ ചെയ്തു നമ്മൾ മേടിക്കും. ഡിസൈൻ നമ്മളൊരു റേഷ്യോ സെലക്ട് ചെയ്തിട്ട് നമ്മളത് വെളിയിൽ നിന്ന് മാനുഫാക്ചർ ചെയ്യിപ്പിച്ചെടുക്കും. അങ്ങനെയൊക്കെ പല സാധനങ്ങൾ വെച്ച്. നിങ്ങൾ ടോപ്പിക് ഇതായി പോയിട്ട് നിനക്കറിയാവുന്നതിനെ കുറിച്ചല്ല നിന്റെ അടുത്ത് ചോദിക്കാൻ പറ്റും. ലൈക്ക് അത് നമ്മൾ ഫ്രം സ്ക്രാച്ച് ലൈക്ക് ഡിസൈൻ ചെയ്യും. ലൈക്ക് മറ്റേ സോഫ്റ്റ്വെയർ എല്ലാം വെച്ച് നമ്മൾ ഡിസൈൻ ചെയ്യും. പിന്നെ പഴയ എക്സ്പീരിയൻസസ് ഉണ്ട് ഇവന്റിന് പോകുമ്പോൾ. ലൈക്ക് ഇപ്പം നമ്മൾ ഫോർമുല വണ്ടി കാണുമ്പം ഓരോ ടീമും മറ്റേ ടീമിന്റെ വണ്ടി ഫോട്ടോ എടുക്കാറില്ലേ, അതുപോലെ നമ്മൾ അവിടെ പോയി പല വണ്ടികൾ നല്ലപോലെ പെർഫോം ചെയ്ത വണ്ടികളിൽ അവരിങ്ങനെ ഉണ്ടാക്കിയേക്കുന്നത് എന്ന് മാത്രം നമുക്ക് അന്നേരം അറിയും. അത് കഴിഞ്ഞ് നമ്മൾ വന്ന് നോക്കി അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, അത് അങ്ങനെ ചെയ്താൽ നമുക്ക് എന്താ അഡ്വാൻറ്റേജ്, നമ്മുടെ ലിമിറ്റേഷൻസ് എവിടെയാണ്. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കോളേജിൽ വണ്ടി പണിയുമ്പോൾ ഏറ്റവും വലിയ ലിമിറ്റേഷൻ ഫണ്ടാണ്. കാരണം ഇപ്പോൾ ഒരു മെഷീൻ പാർട്ട് കഴിഞ്ഞ വർഷം ഒരു സാധനം ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു 4 ഷോക്ക് മേടിച്ചു, അത് അടുത്ത വർഷം നമ്മൾ അത് തന്നെ റീയൂസ് ചെയ്യണം. നമുക്കൊരു ഡിസൈൻ ചേഞ്ച് വരുത്തണമെന്ന് വിചാരിച്ചാലും ആ ഷോക്ക് വെച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാൻ ഒക്കും. എന്ന് വെച്ചാൽ നമ്മളൊരു 4 ഷോക്ക് മേടിക്കുമ്പം 1.5 ലക്ഷം രൂപ ഇറങ്ങും. അമേരിക്കയിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം അമേരിക്കയിൽ നിന്ന് വരുത്തിച്ചൊക്കെ അങ്ങനെയൊക്കെ ലൈക്ക് കുറെ പണിയെടുത്തിട്ടുണ്ട് കോളേജിൽ നടക്കുന്ന ഞാൻ. അത് നമ്മുടെ മുമ്പത്തെ ലൈക്ക് എൻ്റെ മുമ്പത്തെ സീനിയേഴ്സ് ലൈക്ക് ഇപ്പം കുറച്ച് ആൾക്കാരുണ്ട്, എല്ലാവരും നമുക്ക് അറിയായിരിക്കും. പേര് പറയാനുണ്ട് അല്ല ഓക്കെ. അപ്പൊ നിങ്ങളത് കോമ്പറ്റീഷൻ എന്താ എന്നിട്ട്? കോമ്പറ്റീഷൻ ഞാൻ ആദ്യം കയറിയ വർഷം എൻ്റെ ലൈക്ക് ഞാൻ കണ്ടിട്ടുള്ളൊരു മറ്റേ ലെജൻഡറി ടീം, ലൈക്ക് ഫുട്ബോളിലൊക്കെ ലെജൻഡറി ടീം എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ കണ്ടിട്ടുള്ളൊരു ലെജൻഡറി സെറ്റ് ഓഫ് പീപ്പിൾ ആയിരുന്നു. ടീമിന്റെ ഏറ്റവും മേളിലുള്ള ലൈക്ക് ക്യാപ്റ്റനും ഡ്രൈവറും. ഞാൻ ആദ്യം കയറിയ വർഷം നമ്മുടെ ടീമിലുള്ളത്. നമ്മൾ പോയി പഞ്ചാബിൽ ഇവന്റിലാണ് പോയെ, ഓൾ ഇന്ത്യ 5th അടിച്ചു. ഓൾ ഇന്ത്യ 5th അടിച്ചു. അത് ലൈക്ക് ഭയങ്കര രസമായി. ലൈക്ക് ഭയങ്കര പ്രഷറാണ്. ഇവിടുന്ന് വണ്ടി പണിയുന്ന വണ്ടി ഓട്ടിക്കുന്ന എന്തൊക്കെയോ ലൈക്ക്. ഇതെങ്ങനെ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നു? അത് ഇവിടുന്ന് കേരളത്തിൽ ഒരു 5-6 ടീമുണ്ട്. അവിടുന്ന് നമ്മൾ ഈ മറ്റേ വലിയ ട്രെയിലർ പലയിടത്തുനിന്നായിട്ട് കയറ്റി വിടും. എത്ര മാസത്തിന് മുമ്പേ പോകും? നമുക്ക് ഡെഡ് ലൈൻ ഉണ്ട്. ലൈക്ക് ഹൈ പ്രഷർ എൻവയോൺമെന്റ് നമ്മൾ ഡെഡ് ലൈൻസിന് വേണ്ടി വർക്ക് ചെയ്യുമെന്ന് പറയുന്നത് സത്യത്തിൽ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. ലൈക്ക് വണ്ടി ഒരു മാസം കട്ട് ചെയ്തിട്ട് ഇവന്റെ അയച്ചു കൊടുക്കും ഹയറിംഗ് മാനേജർ. നിങ്ങളെ കമ്പനിയിൽ എടുക്കന്നെ. വണ്ടി ഒരു മാസം മുമ്പ് വണ്ടി ഒരു മാസം നമ്മള് ഡീസൽ എഞ്ചിനെ കുറയ്ക്കുന്നതിനെ ഒരു മാസം 15 ദിവസം മുമ്പൊക്കെ കയറ്റി വിടണം. പക്ഷെ അതിനു മുമ്പ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് വണ്ടി ഓടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് കയറ്റി വിടണമല്ലോ. നമ്മൾ വണ്ടി ഓടുന്ന പരുവാകുന്നത് പക്ഷെ കയറ്റി വിടുന്നതിന് 2 ദിവസം മുമ്പായിരിക്കും മോസ്റ്റ് ഓഫ് ദ ടൈം. നമ്മൾ ഇവിടുന്ന് വണ്ടി കയറ്റി വിട്ടിട്ട് വണ്ടി വെക്കാനുള്ള സാധനങ്ങൾ പെട്ടിയിലാക്കി ട്രെയിനിൽ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനാണ്. പക്ഷെ നമ്മൾ ഭയങ്കരമായിട്ട് ഇവോൾവ് ലൈക്ക് ഫ്രം സ്ക്രാച്ച്. അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് വേറൊരു ടീം. ഇവിടെ ലൈക്ക് കേരളത്തിലുള്ള ടീമുകൾക്കൊരു ഗുണവും കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് അടൂരിൽ നിന്നൊരു ടീമുണ്ട്, അടൂര് എഞ്ചിനീയറിംഗ് IHRD. അത് കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ടീമായിരുന്നു ആ സമയത്ത്. അവരുടെ വണ്ടി അവരെല്ലാ വർഷം പുതിയ വണ്ടി പണിയേണ്ട ആവശ്യമില്ലായിരുന്നു. അങ്ങനെ ഒരു വണ്ടിയാണ് അവർ ആദ്യത്തെ 2 വർഷത്തിൽ ഉണ്ടാക്കിയ വണ്ടി. ലൈക്ക് ഓൾമോസ്റ്റ് ലൈക്ക് ലെജൻഡറി. അല്ല പക്ഷേ എല്ലാ കൊല്ലം കോമ്പറ്റീഷന് പോകുമ്പോൾ അവർ നോക്കുമോ ഇത് കഴിഞ്ഞ കൊല്ലത്തെ വണ്ടി തന്നെയാണോ അത് ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ നോക്കുമോ? അവര് ലൈക്ക് പറയുന്ന ഒരു 51% ചേഞ്ച് വേണമെന്ന് പ്രീവിയസ് ഇയറിലെ വണ്ടിയിൽ നിന്ന്. പിന്നെ ലൈക്ക് അത് നമ്മൾ പ്രസന്റേഷൻസ് വഴി പ്രൂവ് ചെയ്താൽ മതി, അത് കുഴപ്പമില്ല, അത് പറ്റും. പക്ഷേ ലൈക്ക് ഇമ്പ്രൂവ്മെന്റ്സ് എന്തായാലും വേണമല്ലോ, നമുക്ക് പ്രൈസ് അടിക്കുക അല്ലെങ്കിൽ ഫിനിഷ് ചെയ്യാന്നുള്ളതാണല്ലോ. അല്ല എന്നിട്ട് എന്താ അവസാനം ഡിസിഷൻ എന്ത് ക്രൈറ്റീരിയല്ലോ? ഡിസിഷൻ ഈ പല ഇവന്റ്സിനും പ്രൈസ് ഉണ്ട്, ക്യാഷ് പ്രൈസും ഉണ്ട്. അത് ഈ സസ്പെൻഷൻ ഇവന്റ് ഉണ്ട്,
ഞാനിങ്ങനെയാണെങ്കിൽ ഒരു സസ്പെൻഷൻ ഉണ്ട്, എന്താ സ്ലെഡ്ജ് പുള്ളുണ്ട്. ലൈക്ക് നമുക്ക് റോഡിൽ ഒരു ട്രാക്ടർ നിർത്തിയിട്ടേക്കും, നമ്മളെ വണ്ടി ട്രാക്ടർ വലിക്കണം. പിന്നെ ഈ ടെക്നിക്കലിൻ്റെ ഭാഗം തന്നെ ബ്രേക്ക് ടെസ്റ്റ്. ബ്രേക്ക് വണ്ടി ലൈക്ക് ഒരു ക്വാർട്ടർ മൈൽ പോലെ ഒരു സ്ട്രെച്ചിൽ ഒരു വര കാണും. അവിടെ നമ്മൾ ബ്രേക്ക് ഔട്ടുമ്പോൾ 4 വീലും സൈമൾട്ടേനിയസ്ലി ഒരുമിച്ച് ലോക്ക് ആവണം. ലൈക്ക് ഒരു മിനിമം ഒരു ടോളറൻസ് ഉണ്ട് അനങ്ങുന്നതിന്. എന്നിട്ട് ലൈക്ക് ഒരുമിച്ച് ലോക്ക് ആവണം, അല്ലെങ്കിൽ വണ്ടി ട്രാക്ക് ഇറക്കാനോ അവിടെ സ്റ്റാർട്ടാക്കാൻ പോലും സമ്മതിക്കില്ല. ബ്രേക്ക് ടെസ്റ്റ് പാസ്സാവാതെ ഒരു വണ്ടി സ്റ്റാർട്ടാക്കാൻ സമ്മതിക്കില്ല അവിടെ. ഞാൻ സെക്കൻഡ് ടൈം ഈവെൻറ്റിന് പോയപ്പം നമ്മൾ പറ്റിയത് ബ്രേക്ക് ടെസ്റ്റ് ഫെയിലായി. വണ്ടി നല്ലതായിരുന്നു, ബ്രേക്ക് ടെസ്റ്റ് ഫെയിലായി. ലൈക്ക് നമ്മുടെ മാസ്റ്റർ സിലിണ്ടറിന് എന്തോ ഒരു ഡാമേജ് ഉണ്ടായിരുന്നു, പോയി. എന്നിട്ട് പിന്നെ പെരുമഴയായിരുന്നു. എന്നിട്ട് അവിടുത്തെ പിറ്റൊക്കെ ലൈക്ക് കാറ്റടിച്ച് പൊളിഞ്ഞു വീണ്. നമ്മളപ്പം ഈ ബ്രേക്ക് ബ്ലീഡ് ചെയ്യുന്ന പരിപാടിയില്ലേ, പെരുമഴയത്ത് നിന്ന് മാസ്റ്റർ സിലിണ്ടർ മാറ്റി ബ്രേക്ക് ബ്ലീഡ് ചെയ്ത് എന്തൊക്കെയോ ചെയ്തു. ലൈക്ക് അങ്ങനെ ലൈനിൽ വെള്ളം കയറിയോ, ലൈക്ക് പലതരത്തിൽ നമ്മളന്ന് ഫുൾ പ്രഷർ, ഒന്നും ചെയ്യാം. എല്ലാവരും അന്ന് ബ്രേക്ക് ഡൗൺ ആയി. അന്ന് എനിക്ക് പിന്നെ ഒരു സന്തോഷമായിരുന്നു. അല്ല അങ്ങനല്ല, എൻ്റെ ബർത്ത്ഡേ കൂടെ ആയിരുന്നു. ഞാൻ അവിടെ നിന്ന് പോകി. ഞാൻ ആ വർഷം ലൈക്ക് വണ്ടി ഓട്ടിക്കാല്ല, ഞാനാണ് സെക്കൻഡ് ഡ്രൈവറായിട്ട് അന്ന് നിന്നത്. പക്ഷേ ലൈക്ക് ആദ്യം നമ്മുടെ കടവത്ത് ചേട്ടൻ അറിഞ്ഞൂടെ, പുള്ളി കടവത്തിന്റെ കല്യാണമായിരുന്നു. അപ്പം നമ്മള് അവിടെ പോയി ബ്രേക്ക് ടെസ്റ്റ് 3 ട്രൈ എന്തോ ഉണ്ട്. അപ്പം ഒരു ട്രൈ പോയി പൊട്ടി, കിട്ടിയില്ല. അപ്പം നമ്മൾ പിന്നെയും ലൈക്ക് ബ്രേക്ക് ബ്ലീഡ് ചെയ്ത് നോക്കി, എല്ലാം ചെയ്ത് രണ്ടാമത്തെ ട്രൈയും കിട്ടിയില്ല. അപ്പം പറഞ്ഞു പിന്നെ എങ്കിൽ ഞാൻ കയറി നോക്ക്, എങ്കിൽ ഞാൻ ഓട്ടിച്ച് നോക്ക്. ഞാനങ്ങനെ കയറി ചവിട്ടി, കിട്ടിയില്ല. ഡ്രൈവർ സ്യൂട്ടൊക്കെ ഇരുന്ന് മറ്റേ FIA സ്യൂട്ടൊക്കെ ഉണ്ടല്ലോ, അത് ഹെൽമെറ്റ് ഒക്കെ ഇട്ടത് വന്നിരുന്നത് സാഡായി എൻ്റെ പോലെ. ലൈക്ക് ഒരു ദിവസം രാത്രി മൊത്തം ഉറങ്ങാതിരുന്ന് എല്ലാവരും ബ്രേക്ക് പണിയായിരുന്നു. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ ഒരു ചാൻസും കൂടെ ഉണ്ട്, ഇൻഷുറൻസ് തുടങ്ങുന്നതിന് ഒരു ചാൻസും കൂടെ അന്ന് തരാമെന്ന് അവിടുത്തെ കമ്മിറ്റി പറഞ്ഞു. അങ്ങനെ എന്നിട്ട് ആ സമയപ്പം ബ്രേക്ക് ബ്ലീഡ് ചെയ്ത് തീർന്നില്ല, അല്ലെങ്കിൽ ബ്രേക്ക് ഹാർഡാവുന്നില്ല, സ്റ്റിഫ് ആവുന്നില്ലായിരുന്നു. അപ്പം പോയി, അങ്ങനെ അത് പോയി. അത് കഴിഞ്ഞ് അടുത്ത വർഷം ഞാൻ ക്യാപ്റ്റനായി. ഓൺലൈനായിരുന്നു കൊറോണ 2020. ഫുൾ വെർച്വൽ ഇവൻ്റായി. ലൈക്ക് നല്ലൊരു ചലഞ്ചായിരുന്നു. വെർച്വൽ എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഡിസൈൻ എല്ലാം ഡിസൈൻ ഉണ്ടാക്കാറുണ്ടല്ലോ, അവരെന്നിട്ട് പുതിയൊരു സോഫ്റ്റ്വെയർ നമുക്ക് തന്നു. അതിനകത്ത് വണ്ടിയുടെ ഡൈനാമിക്സ് ടെസ്റ്റ് ചെയ്യാം. ലൈക്ക് അവർ ട്രാക്ക് തരും, നമ്മളത് ഈ വണ്ടി ഇട്ട് നമ്മുടെ ഡൈനാമിക്സ് എല്ലാം ലൈക്ക് എല്ലാ കോർഡിനേറ്റ്സും സാധനങ്ങളും അതിൽ അപ്ലോഡ് ചെയ്ത്, സസ്പെൻഷൻ്റെയും എല്ലാം അതിൽ അപ്ലോഡ് ചെയ്ത് വണ്ടി അത് ഓട്ടിക്കുക. അത് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ അതുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ടായി. ലൈക്ക് ഇത്രയും വർഷങ്ങൾ നമ്മൾ വണ്ടി പണിയുന്നതിലായിരുന്നു ഏറ്റവും കൂടുതൽ സമയം. ഡിസൈനിലൊന്നും നമ്മൾ കാശിൻ്റെ ലിമിറ്റേഷൻ ഉണ്ടായതുകൊണ്ട് നമ്മൾ കുറേ ഡിസൈൻസ് മാറ്റാറില്ലായിരുന്നു. ആ വർഷം നമ്മൾ ചെയ്തു ലൈക്ക് ആക്ച്വലി ഗിയർ ബോക്സിൻ്റെ ഗിയർ ഉൾപ്പെടെ നമ്മൾ ഡിസൈൻ ചെയ്ത വർഷം ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ആദ്യമായിട്ട് അത്രയും ഡോക്യുമെൻ്റ് ചെയ്യുന്നു. അങ്ങനെ കുറേ ഡെവലപ്മെൻറ്റ് വന്നു. അതൊക്കെ ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് കാശ് നോക്കണ്ട. ലൈക്ക് അങ്ങനെ കുറേ എക്സ്പീരിയൻസുകൾ തന്നൊരു സ്ഥലം. പക്ഷേ ഇപ്പം ഞാൻ ടച്ച് വിട്ടു, എനിക്ക് അതുമായിട്ടൊരു ബന്ധമില്ല എന്ന് എനിക്ക് തന്നെ തോന്നി തുടങ്ങുന്നു. കാലങ്ങൾ പോകുന്നു, എനിക്ക് തന്നെ സങ്കടമുണ്ട്. പക്ഷേ പണ്ട് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അങ്ങനെയല്ല, എല്ലാവരും അതൊരു ടീം, ലൈക്ക് ടീം ഡൈനാമിക്സും കുറേ ആൾക്കാർ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാൾക്കാർ, എല്ലാവർക്കും ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടെന്നുള്ളൊരു സാധനം ഭയങ്കര രസമാണ് ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോളിഡാരിറ്റി, ഓരോരുത്തർക്കും ഓരോന്നിലാണല്ലോ. ലൈക്ക് നമുക്ക് കിട്ടിയ ലൈക്ക് ഇവന്റിന് പോകണം. ലൈക്ക് ഒരു പ്രാവശ്യം ഇവന്റിന് പോയി ആ ബ്രേക്ക് ടെസ്റ്റ് ഫെയിലായി തിരിച്ചു വന്നപ്പോൾ ഉണ്ടായ എല്ലാവരുടെയും ഒരു ഇമോഷൻ ഉണ്ടല്ലോ, അത് ആൾക്കാരെ കൂടുതൽ പണിയെടുപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ നല്ലപോലെ വണ്ടി ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെന്നിട്ട് വണ്ടി തിരിച്ചു കൊണ്ടുവന്ന് ലൈക്ക് കോളേജിൽ നമ്മൾ ഇടയ്ക്ക് ഓട്ടിക്കും. നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് രാത്രി പാതിരാത്രി ഒരു 1 മണി 2 മണിയാകുമ്പോൾ വണ്ടി പണിഞ്ഞ് ഒരു ഓടുന്ന പരിപാടി. കോളേജിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ? നമുക്ക് 5 മണി ഇറക്കിടും. ഞാനൊരു കാര്യം പറയാം, അല്ലല്ല നമുക്ക് വേറൊരു വജ്രായുധമുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ടീമിന്റെ ഫാക്കൽറ്റി ആരാ? ഇങ്ങനത്തെ വസീം സാറിനെ എന്തോന്ന് പുറത്താക്കാൻ? വസീം സാറിനെ പുറത്താക്കത്തില്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ അയാള് ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് നിന്നൊക്കെ അവിടെ നിർത്തി. ലൈക്ക് വസീം സാറ് നമ്മളെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ 2 വർഷം. അപ്പോൾ വസീം സാറ് പറഞ്ഞാൽ കോളേജിൽ ലൈക്ക് പെർമിഷൻ എടുത്തു തരാൻ ഭയങ്കര എളുപ്പം. സാറ് ഇറങ്ങിക്കഴിഞ്ഞാൽ പെർമിഷൻ കിട്ടും.
നസീം സാർ പവറായിരുന്നു. ഇവർക്കൊക്കെ പേടിയാ. പിന്നെ അല്ല അത് കട്ട് ചെയ്തു. അല്ല ഇപ്പൊ നിങ്ങൾ പണിത വണ്ടി എവിടെയുണ്ട്? നമ്മൾ പണിത വണ്ടി അവിടെ ഉണ്ട്, കോളേജിലുണ്ട്. നമ്മൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അവസാനം കൊണ്ടുപോയ വണ്ടി ആക്ച്വലി ഡിസൈനിൽ സൗണ്ട് ആയിരുന്നു, ലൈക്ക് നല്ല വണ്ടിയായിരുന്നു. പക്ഷേ ആ ബ്രേക്കിൻ്റെ പ്രശ്നമായിരുന്നു. അത് കഴിഞ്ഞ് അതേ വണ്ടിയിൽ കുറച്ചും കൂടി ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കി പിള്ളേർ കൊണ്ടുപോയി, ഏതോ ഇവൻ്റൊക്കെ കൊണ്ടുപോയി. എൻ്റെ താഴെ ലൈക്ക് ജൂനിയേഴ്സ് പിള്ളേർ അവർ കൊണ്ടുപോയി ലൈക്ക് ഇവൻ്റൊക്കെ പോയി. അങ്ങനെ കുറേ ടീം ഇപ്പോഴും പോകുന്നുണ്ട്. പക്ഷെ ഇപ്പം നമ്മളിങ്ങനെ ഓരോ ലെയർ മേളിലോട്ടാവുമ്പം പരിചയമില്ല. എനിക്കിപ്പോൾ ആരും അറിയില്ല, അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. അതിൻ്റെ സമയത്ത് തന്നെ പാരലായിട്ട് എനിക്കൊരു പ്രശ്നമുണ്ട്. ഞാൻ വീട് കോളേജിൻ്റെ അടുത്തായതുകൊണ്ട് അതൊരു പ്രശ്നമാണ്. ഞാൻ എപ്പോഴും കോളേജിൽ കാണും. ഞാൻ ടീമിലെത്തിയ തന്നെ അങ്ങനെ. ഞാൻ അവിടെ എപ്പോഴും അവിടെ തേരാൻ തട്ടി തിരിഞ്ഞടക്കും. വർക്ക്ഷോപ്പിൻ്റെ മുമ്പിലൊക്കെ പോയി നോക്കിക്കും. എവിടെ മുമ്പ്? വർക്ക്ഷോപ്പ് നമ്മുടെ അങ്ങനെ ലൈക്ക് ഞാൻ ഈ ബാഹ ടീം 2-3 ടീം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ SI ഫോമുല സ്റ്റുഡൻറ്റ് കേട്ടിട്ടില്ലേ? ഫോമുല 1 വണ്ടി പോലത്തെ ഒരു വണ്ടി ഉണ്ടാക്കി മറ്റേ ബുദ്ധ ഇന്റർനാഷണൽ സർക്യൂട്ടിൽ പോകുന്നൊരു ടീം ഞങ്ങൾ വണ്ടി പണിയുണ്ട്. ആ വർഷം തുടങ്ങി. ഞാൻ അവരുടെ കൂടെയും, എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ പോയി അവരുടെ ടീമിലും പണിയെടുക്കും, നമ്മുടെ വണ്ടിയുടെ പണിക്ക് നിൽക്കും. അങ്ങനെ എല്ലായിടത്തും നിന്ന് ലൈക്ക് നമ്മളൊരു കമ്മ്യൂണിറ്റി അവിടെ ഉണ്ടായി. എല്ലാവരുടെയും ഒരു മെച്ചപ്പെടലിന് വേണ്ടി ലൈക്ക് ഫോമുല സ്റ്റുഡൻറ്റ്സ് ലൈക്ക് നമ്മൾ ചെയ്യുന്നതിലും ഒരു ലെവൽ മേളിൽ ലൈക്ക് കൂടുതൽ എഫേർട്ട് വേണ്ടുന്ന സാധനമാണ്. കാരണം അവരുപയോഗിക്കുന്നത് ആക്ച്വൽ ലൈക്ക് ഇതേപോലെ നമുക്ക് സ്പെക്ക് തന്നിരിക്കുന്ന എഞ്ചിനല്ല. അവർ 6 പ്രാവശ്യം ചെയ്ത ഒരു ഡ്യൂക്ക് 390 എഞ്ചിൻ ഉപയോഗിച്ച വണ്ടി ഉണ്ടാക്കി. സോ പവർ കൂടുതലാണ്. ആൻഡ് ലൈക്ക് അവരുടെ ഒബ്ജക്റ്റീവും വേറെ, സ്പീഡാണ് അവർക്ക് വേണ്ടത്. നമുക്ക് എൻജുറൻസ് ആണ് വണ്ടിക്ക്. വണ്ടി ഫുൾ ട്രാക്കിലും ഫുൾ ഓഫ് റോഡും ഇങ്ങനെ താങ്ങി പോകണം. ലൈക്ക് വണ്ടിക്കൊന്നും പറ്റരുത്. ഫിനിഷ് ചെയ്യാനായിരുന്നു നമ്മുടെ ലക്ഷ്യം. അത് നമ്മൾ ആ വർഷം 2019 ഫിനിഷ് ചെയ്ത്. അന്നത്തെ വീഡിയോ ഒക്കെ ഉണ്ട്, ഞാൻ തരാം, വേണമെങ്കിൽ ആഡ് ചെയ്തു. ആ സമയത്താണ് മറ്റേ ഉലക്ക ചക്ക ചക്ക നമ്മളൊരു സാധനം ഇറക്കിയിട്ടുണ്ടായിരുന്നു, പാട്ടുണ്ട്. വിക്കായല്ല പാട്ട്. അത് വെച്ച് നമ്മുടെ ബ്രേക്ക് ടെസ്റ്റിന്റെ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാണ് എൻ്റെ കോളേജില് വണ്ടിയും വണ്ടി പണിയരുമായിട്ടുള്ള കഥ. ഇനിയും അതീ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അപ്പോൾ നമ്മള് അത്ര പറഞ്ഞിട്ട് നമുക്കൊരു ബ്രേക്ക് എടുക്കാം ഗൈസ്, എന്നിട്ട് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. ഞാനും കൂടെ പറഞ്ഞിരിക്കുന്നു, എല്ലാരും പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് അടുത്ത നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് ഇനി നിന്റെ വണ്ടി കഥയില്ല അതെനിക്കറിയാം. പക്ഷേ നമ്മൾ 2 ആഴ്ച വീഡിയോ ഇട്ടില്ല. എന്തുകൊണ്ട്? ഒരുപാട് എൻക്വയറീസ് വന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ 2-3 പേര് ചോദിച്ചായിരുന്നു. ഇന്നലെ ഒരു മെസ്സേജ് ഒക്കെ വന്നു അല്ലേ, എന്തുകൊണ്ട് ഓക്വേർഡ് സൈലൻസ് എന്തുകൊണ്ട് വീഡിയോ ഇടുന്നില്ല. എൻ്റെ അടുത്ത് ആരോ ചോദിച്ചടാ, റിന്യൂ ചോദിച്ചു വിളിച്ചപ്പം, എന്താ നിങ്ങളുടെ ഈ ആഴ്ചത്തെ എപ്പിസോഡ് വന്നില്ലേ? എൻ്റെ സിസ്റ്റേഴ്സ് ഒക്കെ ചോദിച്ചു. ഓക്കെ, നമ്മുടെ 4-3-5 പേരാണ് കാണുന്നത്. കാണുന്നുണ്ട്, അവിടാണ് നമ്മുടെ വിജയം. നമ്മള് കഴിഞ്ഞ 2 ആഴ്ച നമ്മള് ബിസി ആയിരുന്നു. പക്ഷെ അതാണ് കറക്റ്റ് റീസൺ. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന റീസൺ നമ്മൾ റൂമർ സ്പ്രെഡ് ചെയ്യണം, നമ്മൾ സ്പ്ലിറ്റായി, റെഡിറ്റിൽ ഒരു ത്രെഡൊക്കെ വരണം, വൈ ഡിഡ് ഓക്വേർഡ് സൈലൻസ് സ്പ്ലിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു കോൺട്രവേഴ്സി. വാട്ട് ഹാപ്പൻ ടു ഓക്വേർഡ് സൈലൻസ്, വൈ ഡിഡ് സ്പ്ലിറ്റ്, എന്തുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ടെറിൻ വിറച്ചാലും ഞാൻ വിറച്ചാലും, അല്ലെങ്കിൽ ഇതെങ്ങനെ നടുക്കൂടെ മുറിച്ചിട്ട് നമ്മൾ പൈസ സ്റ്റുഡിയോന്റെ പൈസ ലാഭിക്കാൻ വേണ്ടി ഒരുമിച്ച് റെക്കോർഡ് ചെയ്യും, പക്ഷെ വേറെ വിറച്ചാലും. കറക്റ്റ് പ്ലാൻ. ഓക്കെ, എന്തുകൊണ്ട് ശരിക്കും ചെയ്തില്ല? കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ച നമ്മളൊരു നീണ്ട റോഡ് ട്രിപ്പിലായിരുന്നു. കഴിഞ്ഞതിൻ്റെ ലാസ്റ്റ് 3 ആഴ്ചയിൽ 2 ആഴ്ചയും റോഡ് ട്രിപ്പായിരുന്നു. 2 ആഴ്ച റോഡ് ട്രിപ്പായിരുന്നു. പിന്നെ ഒരാഴ്ച ഈസ്റ്റർ ആയിരുന്നല്ലോ. അതുകൊണ്ട് ഈസ്റ്ററിൻ്റെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും കൂടെ ഒരു വീട് ബുക്കാക്കിയിട്ട്, ഒരു വില്ല ബുക്കാക്കിയിട്ട് നമ്മളെല്ലാവരും കൂടെ അവിടെ ചില്ല് ചെയ്തു. ഈസ്റ്റർ വീക്കെൻഡ് അവിടെ സ്പെൻഡ് ചെയ്തു. ശരിയായ പൂളായിരുന്നു. ഗെയിംസ്, പൂള്, ആസ്വദിക്കാനുള്ള എല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നിട്ടില്ല. ഭക്ഷണം മേടിക്കാനല്ലാതെ ഒന്നിനും വെളിയിലോട്ട് ഇറങ്ങിയിട്ടില്ല. നല്ല ഭക്ഷണവും കഴിച്ചു.
ഭക്ഷണം ഉണ്ടാക്കിയില്ലെങ്കിലും കഴിച്ചു. ഈ സ്റ്റേക്കേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് തന്നെ നൈസല്ലേ. മനുഷ്യന്മാർ എന്തിനാ എന്തെങ്കിലും ചെയ്യുന്നു, ഒന്നും ചെയ്യാണ്ടിരുന്നു ഇവിടെ മനുഷ്യന്മാർക്ക്. അങ്ങനെ ഒന്നും ചെയ്യാണ്ടിരിക്കാൻ പറ്റിയൊരു സ്ഥലം നമ്മൾ കണ്ടുപിടിച്ച് അവിടെ പോയി 2.5 ദിവസം ഒന്നും ചെയ്യാണ്ടിരുന്നു. പക്ഷെ പോയപ്പോൾ ഒരു കിടിലൻ സ്ഥലം. ആ വീടാണെങ്കിൽ നമ്മൾ Airbnb ത്രൂ ബുക്ക് ചെയ്തൊരു വീടാണ്. എനിക്കൊന്നും ഇവിടെ എല്ലാവരും ചെയ്യുന്നതാണ്, നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ ഈ ഹോളിഡേയിൽ ഏറ്റവും എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് തന്നെ ആ വീട്ടിനകത്ത് ആൾക്കാർ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പും അവർ ആ വീട്ടിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഗെയിംസ് എന്ന് പറയുമ്പം ബില്ലിയാർഡ്സ് ടേബിൾ ഉണ്ട്, ഡാർട്സ് ഉണ്ട്, പിന്നെ ടേബിൾ ടെന്നീസ്, ബാഡ്മിൻ്റൺ സെറ്റപ്പ്, ഈവൻ പിന്നെ കുറേ മറ്റേ ബോർഡ് ഗെയിം, കാർഡ് ഗെയിം അങ്ങനത്തെ ഒക്കെ അതൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ മെയിൻ ഡാർട്സ് ഉണ്ട്. പിന്നെ ഒരു നമ്മൾ 2 ദിവസത്തേക്ക് ലക്ഷറി ലൈഫ്. അത് കസാര, ആ സോഫയൊക്കെ എനിക്ക് കൊതിയായില്ല. ടേബിളുകളൊന്നും ശരിയല്ല. അത് ചെറിയൊരു ഇഞ്ചുറി, അതെന്തായാലും ഒരു സംഭവം നടത്തുമ്പോൾ അതിൻ്റെതായിട്ട് ഇവനായിരുന്നു കാഷ്വാലിറ്റി. അന്നും അവിടെയും കാഷ്വാലിറ്റി ഇവനായിരുന്നു. ഞാൻ വന്ന് കയറി നിർത്താണ്ട് പണിയെടുത്തോണ്ടിരുന്നതിന്റെ ഇടക്ക് ഞാനൊന്ന് പതറി. അതിനുശേഷം പണിയെടുക്കേണ്ടി വന്നില്ല, അല്ലെങ്കിൽ ഞാൻ പിന്നെ പണിയെടുക്കേണ്ടി വന്നു. അതോ നല്ലോണം മുതലാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു പരാതി കിട്ടിയിട്ടുണ്ട്. എന്തായിരുന്നു സാൻഡ്രേജ് ചായ ഷബരി അതൊന്ന് തരൂ. ഒരിടത്ത് കുത്തിയിരുന്നിട്ട് ഇങ്ങനെ കാലും പൊക്കി വെച്ച് കുത്തിയിരിക്കും മോൻ കുത്തിയിരുന്നിട്ട് മോൻ പറയും ഇങ്ങനെ, എന്തായിരുന്നു, കുറച്ച് വെള്ളം തരൂ. ഇത് ഒരു ടോണും ഉണ്ട് അവന്, മറ്റേ അവന്റെ ഒട്ടുക്കത്തെ പപ്പി ഫേസ്, ദയനീയതയുടെ തൊട്ടുണ്ട്. അല്ല പക്ഷേ ആ വീടല്ലേ, ആ ലിവിങ് റൂമാണെങ്കിൽ വൻ ഇവരെ പഴയ ഹിസ്റ്റോറിക്. ഏറ്റവും ഇഷ്ടപ്പെട്ട റൂം ഏതാ? എനിക്ക് ഇഷ്ടപ്പെട്ടത് എനിക്കൊന്ന് ലിവിങ് റൂമാണ്. നമ്മൾ മറ്റേ രാത്രി ഇഷ്ടപ്പെട്ട റൂം നമ്മള് അവസാനം മീൻസ് സ്കൈ TV ഒക്കെ ഉള്ള വലിയ TV ഉള്ള അവിടുത്തെ സോഫ ഭയങ്കര കംഫർട്ടബിൾ ആണ്. പക്ഷെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ട് ആ ബാക്ക് യാർഡിലെ ആ സോഫ. അതാണ് ബാക്ക് യാർഡിൽ ഇങ്ങനെ ഒരു ഓപ്പൺ ഏറ്റവും കൂടുതൽ ഇഷ്ടമായി. 10-15 പേർക്ക് വട്ടത്തിരുന്നിട്ട് വട്ടമേറ്റ് സമ്മേളനം നടത്താൻ പറ്റിയ സ്ഥലവും ഫ്രണ്ട് TV. എല്ലാ സ്പോട്ടും കിടിലന്നായിരുന്നു. അതായത് കിച്ചണിനകത്ത് കുറെ ടേബിളും ഈ അവർ അതിനെ പറയുക വർക്ക് ടോപ്പിന്റെ ടേബിളും ഐലൻഡ് ടേബിളും അതും ഐലൻഡ് ടേബിളും അതിനെ പറ്റിയ ചെയറുകളും എല്ലാവരും വട്ടത്തി കുത്തി, നമ്മളെല്ലാരും കൂടെ അത് 10 പേരെന്തോ വട്ടത്തി കുത്തിയിരുന്ന യൂണോ കളിച്ചില്ലേ. നമ്മൾ 13 പേരുണ്ടായി. നമ്മൾ 14-15 എക്സ്പെക്ട് 13 പേര് നമ്മൾ പോയി. എന്നിട്ടും അവിടെ ഒരു 3-4 ആൾക്കാർക്കും കൂടി സുഖമായിട്ട് ജീവിക്കാനുള്ള സ്ഥലം അവിടെ ഉണ്ട്. ഈ മെയിൻ വീട് പോരാത്ത പുറത്തൊരു ഔട്ട് ഹൗസ് പോലെയും അതും ഇവരൊരു ഏതാണ്ട് ഒരു സ്റ്റുഡിയോ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു ബെഡ്റൂം, ഒരു ബാത്ത് അറ്റാച്ച്ഡ്, എൻ്റെ ലിവിങ് റൂമിൽ ഒരു സോഫ, ബെഡ്, TV, പിന്നെ TV എല്ലാ റൂമിലും മൂലയ്ക്കും ഒരു TV അവിടെ ഉണ്ട്. മിനിമം ഒരു 50 ഇഞ്ചും കാണും. യെസ്, മെയിൻ ലിവിംഗ് റൂമിൽ ഫുൾ സെറ്റ് അല്ല, എല്ലാ TVയിലും നെറ്റ്ഫ്ലിക്സും കാര്യങ്ങളും സ്മാർട്ടാണ്, മറ്റേ യൂട്യൂബ് അതൊക്കെ ഉണ്ട്. പക്ഷെ മെയിൻ ലിവിംഗ് റൂമിൽ TVയിൽ സ്കൈ അടക്കം എല്ലാം കാണാം. പക്ഷെ TV ഒന്നും യൂസ് ചെയ്യേണ്ടി വരുന്നില്ല. നമ്മളവിടെ വെറുതെ റിലാക്സ് ചെയ്യാൻ തന്നെ നമുക്ക് സമയം തികഞ്ഞിട്ടില്ല. വെറുതെ ഇരുന്ന് മതിയായില്ല. പിന്നെ മോശമില്ലാത്ത വെതറും രാവിലെ പുറത്ത് ബാക്ക് യാർഡിൽ ആ ഓപ്പൺ സോഫയിൽ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ കോച്ചിലിരുന്നിട്ട് വട്ടത്തിൽ കുത്തിയിരുന്ന എല്ലാവർക്കും കൂടെ സംസാരിച്ചോണ്ടിരിക്കാൻ സെറ്റാ, ശരിയായ രസം. രാത്രിയാണെങ്കിലും രാവിലെ ആണെങ്കിലും. പിന്നെ വിശാലമായ സ്ഥലം, തൊട്ടപ്പുറത്തൊന്നും ആരും ഇല്ല. അപ്പൊ എന്ത് തോന്നിയാസം കാണിച്ചാലും ആരും ചോദിക്കാനും തോന്നിയാസൊന്നും കാണിച്ചില്ല. പക്ഷേ ബഹളം വെക്കാം, പാട്ട് വെക്കാം, ഡാൻസ് കളിക്കാം. അതിനൊന്നും നമ്മൾ പുറത്തിരുന്ന് പാട്ടൊക്കെ പാടിയില്ലേ രാത്രി, ആരും ചോദിച്ചില്ല. ഇനി അവരുടെ അടുത്ത് ചോദിച്ചു ആരും ബുദ്ധിമുട്ടിക്കാണ്ട്. മറ്റേതല്ല, മറ്റേ ന്യൂസൻസ് നമ്മളെന്ത് ചെയ്തു എന്നല്ല, പക്ഷെ ആരും ബുദ്ധിമുട്ടിക്കാണ്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് രാവിലെ എണീച്ച് വെള്ളത്തിൽ വോളിബോൾ, പിന്നെ ചൂടാവാൻ സോന, പൂൾ, പിന്നെ മെയിൻ പൂൾ. നമ്മൾ എനിക്ക് തോന്നുന്ന ഒരു 40 ഞാൻ Airbnb റിവ്യൂ എഴുതുമ്പം ഞാൻ ആക്ച്വലി വലിയ റിവ്യൂ എഴുതിയാണ്. ഇങ്ങനെ ഓരോ പാർട്ടും മറ്റേ മെൻഷൻ ചെയ്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് വലിയ റിവ്യൂ എഴുതി ഇവർ പോസ്റ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഇതിനൊരു ക്യാരക്ടർ ലിമിറ്റ് ഉണ്ട്, ഇത്രേ പറ്റും, വളരെ കുറച്ചേ പറ്റും. അങ്ങനെ ഞാൻ അത് മൊത്തം കംപ്രസ് ചെയ്ത് അത്ര മാത്രം ഇട്ടു. പക്ഷെ അതിൽ ഞാൻ ഇങ്ങനെ ഓരോന്നും ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞു നമ്മൾ ഏതാണ്ട് ഒരു 40% ടൈം നമ്മൾ പൂളിൽ ഉണ്ടായിട്ടുണ്ടാവും. പൂളിൽ ഇറങ്ങുക, പൂളിൽ നമ്മൾ വോളിബോൾ, ക്രിക്കറ്റ്,
കൊറേ എന്തൊക്കെയോ ചെയ്തു. ക്രിക്കറ്റ് കളിച്ചോ, വോളിബോൾ രാവിലെ 8 മണിക്ക് എണ്ണീച്ച് പൂളി ഇറങ്ങി വോളിബോൾ കളിക്കുക. സെറ്റല്ലേ ഫിസിക്കൽ. ഏതാ ഞാനല്ലെങ്കിലും ഇല്ല, നമുക്കറിയാത്ത ഈ റിച്ച് മനുഷ്യന്മാർക്ക് എന്താ സുഖല്ലേ. കുറെ പൈസ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ ജീവിക്കാന്ന് തോന്നുന്നു. ഞാൻ രാവിലെ എണീറ്റില്ല, ആരും എണീറ്റിട്ടില്ല, രാവിലെ എണീറ്റ് നേരെ പോയി, രണ്ടാമതൊന്നും ചിന്തിച്ചില്ല, പൂളിന്റെ അടുത്ത് വരെ എത്തി ചാടി. ഞാൻ സത്യം പറഞ്ഞ വെള്ളം എടുക്കാൻ എന്തോ കിച്ചണിൽ വിട്ട് വന്നേ, സംഭവം മറിഞ്ഞു വീട് പറ്റാൻ തോന്നുന്നു. വെള്ളം എടുക്കാൻ കിച്ചടി വന്നപ്പം പൂളിങ്ങനെ തിളങ്ങുന്നു, അവിടെ കിടന്ന് തിളങ്ങുന്നു. എന്തിനു വെറുതെ ഇരിക്കണം, രാവിലെ എണീറ്റില്ല, ചാടാ നേരെ ചാടി. ഓരോരുത്തരായിട്ട് ചാടി ചാടി ചാടി. ആ ഒരു സെൻസ് ഓഫ് ഒന്നും ചെയ്യണ്ട എന്നുള്ള ഒരു തോട്ട് ഉണ്ട്. അതൊരു ഭയങ്കര കംഫർട്ടാണ്, വെരി യൂറോപ്യൻ. പക്ഷെ അങ്ങനെ പൂളാണെങ്കിൽ മറ്റേ ഹീറ്റഡ്, മറ്റേ റൂമും ഹീറ്റഡ്, പൂളും ഹീറ്റഡ്, തണുപ്പില്ല, നല്ല സുഖം. പിന്നെ അത് കഴിഞ്ഞ് നേരെ സോണയിൽ നമ്മള് 8 ആൾക്കാർ വരെ ഒരുമിച്ച് നമ്മൾ അറ്റ് എ ടൈം ഇരുന്നിട്ടുണ്ട്. 50 to 60 ഡിഗ്രി സെൽഷ്യസിൽ. നല്ല സെറ്റായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ അതിന്റെ തൊട്ടടുത്ത് ഒരു ഷവർ ഉണ്ട്, പോയി ഷവർ ചെയ്യാ, പിന്നെ വന്ന് സോണയിലിരിക്കും. ഗോൾഡ് ടിപ്പ് നേരെ ഏത് ലൈഫാടാ. അതിന്റെ ഇടയ്ക്ക് കുറച്ച് ജോസ് പ്രകാശ് ഒക്കെ ഉണ്ടായിരുന്നു, കുറെ ബാത്റൂം ഒക്കെ ഉണ്ട്. പിന്നെ അപ്സ്റ്റേഴ്സിലെ ബാത്റൂമും മറ്റേ വലിയ ബാത്റൂം. ഞാൻ ആ വീടിന്റെ അപ്സ്റ്റേഴ്സ് ബാത്തിലൊന്ന് കിടക്കണം വിചാരിച്ചേ, അതിനുള്ള സമയമില്ലടാ, സ്ഥലമില്ലായിരുന്നു ആ ബാത്തില്. അത് വേറെ കാര്യം, അത് നമ്മള് സമയമില്ല വയ്യ. എന്നിട്ട് അവസാനം അങ്ങനെ നമ്മളൊരാഴ്ച എൻജോയ് ചെയ്തു. എടാ ഞാൻ ഇതുവരെ ടോയ്ലറ്റ് കണ്ടില്ല. സുഹേലും ഫെമിനും ന്യൂലി ജസ്റ്റ് മാരീഡാ, അവർക്ക് നമ്മള് വേറെ ഔട്ട് ഹൗസിൽ നമ്മൾ പുറത്താക്കി. അതുകൊണ്ട് ഇവർക്ക് മെയിൻ ഹൗസിലെ ഒന്നുമില്ല, നമ്മൾ സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുത്ത് നമ്മൾ പുറത്താക്കി. മെയിൻ ഹൗസ് കണ്ടില്ല അധികം. അതല്ല, എല്ലാരും പറയുന്നുണ്ട് ടോയ്ലറ്റിനെ കുറിച്ച്, ഞാൻ കണ്ടില്ല, ഞാൻ പോയി കണ്ടിട്ട്. ശരിക്കും അതിന്റെ ഒറിജിനൽ ലുക്കിലോ കണ്ടിട്ടുണ്ടാവില്ല. ഇവൻ കയറി വരുമ്പോഴേക്കും മൊത്തത്തിൽ ഫുൾ തുണിയും കാര്യങ്ങളും. അതല്ല, ഈ ഫസ്റ്റ് ദിവസം രാത്രി നമ്മളിവന് റൂം കൊടുത്തില്ലല്ലോ, ആദ്യം അകത്ത് റൂം കൊടുത്തില്ലല്ലോ, പുറത്ത് റൂമല്ലേ. അപ്പോൾ രാത്രി ഒരു 2 മണി 3 മണി ഒക്കെ ആയ സമയത്ത് ഇവന് രണ്ടാക്കും. ഫെബിനൊക്കെ സുഹേലിന് ഉറക്കം വന്നിട്ട് പറ്റുന്നില്ല. സുഹേല് എടാ സത്യം പറഞ്ഞ എനിക്ക് റൂമുണ്ടോ, റൂമില്ലാത്തോണ്ടാതോ ഞാൻ എവിടെയെങ്കിലും കിടന്നോളാം. എന്നിട്ട് നമ്മൾ ആനയിച്ചില്ലേ, നമ്മളെല്ലാരും കൂടെ വട്ടത്ത് എല്ലാരും കൂടെ കൊണ്ടുപോയി കൂട്ടിയിട്ട് വന്നു. ചെരുപ്പിടാതെ ഇറങ്ങിപ്പോയെന്ന് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. കാലെല്ലാം കൂടെ തണുത്ത് മരവിച്ച്. അയ്യോ ഞാൻ വികലാംഗനായിരുന്നല്ലോ, ഒബ്വിയസ്ലി ഇൻജേർഡ്. ഫസ്റ്റ് ഡേ വന്ന് വികലാംഗനായി റെസ്റ്റ് എടുത്ത മനുഷ്യനായിരുന്നു ശരിക്കും സ്റ്റേക്കേഷൻ. ഒന്നും ചെയ്യാതെ എവിടെയെങ്കിലും കൊണ്ടുവച്ചാൽ പൂളിറങ്ങി. ഞാൻ പൂളില് കാലിന്റെ വെയിറ്റ് അറിയുന്നില്ല, അതുകൊണ്ട് പൂളി ഇറങ്ങി. താങ്ക്സ് ടു ബോയൻസി. അതായിരുന്നു ആ ആഴ്ച. പിന്നെ കഴിഞ്ഞ ആഴ്ച ഹൈക്കിങ്. സോറി, ഞാൻ അടുത്ത സ്റ്റേക്കേഷന് പോയി. അനിൽ ജയൻ കുറച്ച് ബിസിയാണ്. കാരണം നമ്മളെ പോലെയല്ല, നമ്മള് മാത്രല്ല ഫ്രണ്ട്സ്, നമുക്ക് നമ്മളേ ഉള്ളൂ. നമ്മള് സ്കോട്ട്ലാൻഡ് ഘടകം, അവന് ഇംഗ്ലണ്ട് വേറെ ഘടകം. ഇംഗ്ലണ്ടിൽ വേറെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഉണ്ട്, അവരെ കൂടെ അതും പോയി. ഞാൻ സ്കോട്ട്ലൻഡിൽ നിന്ന് അങ്ങ് നേരെ ഇംഗ്ലണ്ടിന്റെ താഴെ ലാൻസെന്റ് വരെ പോയി. നമ്മൾ അത് പറഞ്ഞപ്പോ റോഡ് ട്രിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം താഴെ വരെ എത്തി. ആദ്യം ടോണ്ടൺ എത്തിയ, പിന്നെ അവിടുന്ന് എത്ര അരമണിക്കൂറോ 3/4 മണിക്കൂറോ അവിടുന്ന് അത്രേ ഉള്ളൂ. അപ്പോൾ ടോട്ടൽ ആലോചിച്ചാൽ ഞാൻ ആ ട്രിപ്പിൽ മാത്രം ഏതാണ്ട് 1600 കിലോമീറ്റർ വണ്ടി ഓടിച്ചു. 1600 കിലോമീറ്റർ വണ്ടി ഓടിച്ചു. നീ 1000 എത്തിയില്ലെന്ന് പറഞ്ഞില്ലേ? 960 മൈൽസ് കിലോമീറ്റർ. എന്നിട്ട് അപ്പം തന്നെ ഏകദേശം നമ്മൾ എൻറ്റയർ UK എന്നല്ല, ഒരു 75% ഓഫ് UK നമ്മൾ ട്രാവൽ ചെയ്തു. അപ്പോൾ അതായിരുന്നു കഴിഞ്ഞ ആഴ്ച. പിന്നെ അല്ല, അത് ഡ്രൈവ് അങ്ങനെ കുറേ പോയി. അല്ല, അത് ഒറ്റ സിംഗിൾ ട്രിപ്പ് ആട്ടോ. അതിൻ്റെ നെക്സ്റ്റ് ആഴ്ച പിന്നെയും 600 മൈല്. അപ്പോൾ ഏതാണ്ട് 2 ആഴ്ചയിൽ ഒരു 2500 കിലോമീറ്റർ. എന്നിട്ട് റോഡ് ട്രിപ്പ് പറ്റില്ല. ഇനി 2 ആഴ്ച വെറുതെ ഇരിക്കും. അല്ലാതെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞത് എളുപ്പത്തിൽ നമ്മൾ ചെയ്തു ഞാൻ പറയുന്നത്. വളരെ സിമ്പിൾ ആണ് അത്രയും ഓടുന്നത് ഇവിടെ. ഭയങ്കര
ഒന്നും ചിന്തിക്കാനില്ല. കുറച്ചല്ലേ കുറച്ച് ഇങ്ങനെ മോട്ടോർ വേവ് കുറച്ച് ബോറടിക്കും. ആണ് ബാക്കി അല്ലാതെ ലൈക്ക് വേറെ ടെൻഷനുകളൊന്നുമില്ല, ക്ഷീണം കുറവാണ്. പേടിക്കണ്ട, അങ്ങനെ ഒരു പേടിൻ്റെ ആവശ്യമില്ല. ഇവൻ രാത്രി എനിക്കറിയില്ല കേട്ടോ, പക്ഷെ രാത്രി കൺട്രി റോഡ്സിൽ കുറച്ച് പേടിക്കേണ്ടി വരും. റോഡ്സ് സീനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കൺട്രി റോഡാണ് ഇവിടെ. കാരണം നമ്മൾ നാട്ടിൽ ഓട്ടിക്കുന്ന പോലെ ഓട്ടിക്കുക എന്ന് പറയാം. നാട്ടിലത്തെ ഒരു ഡ്രൈവിംഗ് സ്റ്റൈലാണ്, അല്ല റോഡ് രീതിയാണ് കൺട്രി റോഡ് സ്റ്റൈല്. പക്ഷേ നാട്ടിലും സേഫ് ആണ്. പക്ഷെ എനിക്ക് നാട്ടിലെ കുറച്ചും കൂടെ സേഫ് തോന്നുന്നു. എനിക്ക് ഇവിടെ കൺട്രി റോഡ്സ് പറ്റില്ല. കാരണം ഇവിടെ നാട്ടിലെ ലൈറ്റ്സ് ഇല്ല. ഒന്ന് നാട്ടിലെ സ്പീഡ് ലിമിറ്റ് ഇല്ല. നമ്മൾ പെതുക്കെയാണ് പോകുന്നത് ഈ റോഡുകളിലൂടെ. ഇവിടെ 60 മൈൽ സ്പീഡ് ലിമിറ്റ് ഉണ്ട് കൺട്രി റോഡ്സിൽ. 60 പോകണമെന്നാരും പറയുന്നില്ലല്ലോ. പോയില്ലെങ്കിൽ പുറകെ ഉള്ളവൻ വന്നിട്ട് ഇങ്ങനെ അടിക്കും. നാട്ടിൽ നമ്മൾ പതുക്കെ പോയാൽ സ്പീഡിൽ പോകുന്നവൻ വന്ന് ഹോൺ അടിക്കും, കയറി പോകും. ഇവിടെ അത് തന്നെ. അല്ല, ഇവിടെ ഡ്രൈവിംഗ് പക്ഷെ വെളിച്ചത്ത് കൺട്രി റോഡ്സ് ഭയങ്കര ഏർലി മോർണിംഗ് ഒക്കെ ഞാനൊന്ന് ഡ്രൈവിംഗ് മീൻസ് എല്ലാ ത്രൂ ഔട്ട് സ്ട്രെച്ച് ഭയങ്കര ബ്യൂട്ടിഫുൾ നാടായിരിക്കും. പശുവിനെ കാണാം, അൽപ്പാക്കയെ കാണാം. ഒറ്റൊന്നുമില്ല, ചിലപ്പോ ഒരു വല്ല റാൻഡം ഇതിൽ നിന്ന് പോയാ ചോദിക്കാനും പറയാൻ എക്സ്പീരിയൻസ് ഇല്ലേ കൺട്രി റോഡിൽ? രാത്രി ലൈറ്റ് ഇല്ല, പവർ ഇല്ല, എക്സ്പീരിയൻസ് ഒന്ന് പറയാം. രാവിലെ പക്ഷെ വെളിച്ചം വന്നിട്ട് പുലർച്ചെ ഞാൻ സൈറ്റിലേക്ക് പോകുന്നു. അപ്പോൾ സൈറ്റിലേക്ക് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്തോ കുറച്ച് മൈൽസ് ലാഭിക്കാൻ വേണ്ടിയിട്ട് ഏതോ കൺട്രി റോഡ്സ് വഴിയാണ് പോവുക. പക്ഷെ ആ സമയത്ത് എൻ്റെ മറ്റേ ഒരു പഴയ കാറാണ്. പക്ഷെ ഒരു പോയിന്റ് എത്തിയപ്പോൾ വണ്ടി ഓഫായി പോയി. വണ്ടി ആക്ച്വലി ഫസ്റ്റ് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഒരു പോയിന്റിൽ ഇങ്ങനെ നമ്മളിങ്ങനെ കരണ്ട് വന്നു പോകില്ലേ, അതുപോലെ വണ്ടി ഇങ്ങനെ മൊത്തത്തിൽ ഒന്ന് ഓഫായി സ്റ്റാർട്ടായി പോയി. അപ്പോഴേ ഞാൻ ഇങ്ങനെ ആലോചിച്ചെന്താ സംഭവം. പിന്നെ ഒരു പോയിന്റ് എത്തിയപ്പം കൺട്രി റോഡിൻ്റെ നടുവിൽ ഇരുട്ടത്ത് ഈ സാധനം വണ്ടി ഓഫ് അങ്ങനെ നിന്നുപോയി. ഒരു വളവിൽ നിന്നുപോയി. വണ്ടി പിന്നെ അനങ്ങുന്നില്ല, സ്റ്റാർട്ടില്ല, ലൈറ്റ് ഇല്ല, ഒന്നുമില്ല, ഇല്ല, ഹസാർഡ് പോലും കത്തുന്നില്ല. അപ്പം ഞാനിവിടെ ഉണ്ടെന്ന് പോലും വേറെ റോഡുകാർക്ക് മനസ്സിലാവില്ല. അപ്പം എൻ്റെ വണ്ടിയിലാണെങ്കിൽ മറ്റേ ഒന്നുമില്ല, റിഫ്ലക്റ്റേഴ്സ് ഒന്നുമില്ല. അപ്പം ഞാൻ എന്നിട്ട് പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല. ഞാൻ എന്നിട്ട് പുറത്ത് നിന്നിട്ട് ഞാൻ ഫ്ലാഷ് ലൈറ്റ് അടിച്ച ആൾക്കാരെ പറഞ്ഞുകൊണ്ടിരുന്നു, ഓക്കെ ഇവിടെ ഞാനുണ്ട്, ഞാനുണ്ട്. ജാക്കറ്റ് ഒന്നും ഇല്ലായിരുന്നു, ഹൈവെസ്റ്റ് ഇല്ല. പക്ഷെ തണുപ്പായിരുന്നു. കാരണം അതിപ്പം ജനറലി ജാക്കറ്റ് ഇട്ട് അത്ര സമയം ആ സമയത്ത് പുറത്ത് നിന്നാൽ വിൻ്റർ. അപ്പോൾ ആ സമയത്ത് പുറത്ത് നിന്ന് എന്തായാലും തണുക്കും. എന്നിട്ട് പിന്നെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. എനിക്കാണെങ്കിൽ ആരെ വിളിക്കേണ്ടതെന്ന് പോലും, കാരണം എനിക്ക് എൻ്റെ ഇൻഷുറൻസിൽ മറ്റൊന്നും കവേർഡല്ല, റോഡ് സൈഡ് അസിസ്റ്റും അങ്ങനത്തെ ഒന്നും കവേർഡല്ല. എന്നിട്ട് ആര് വിളിക്കുന്നത്? എന്നിട്ട് പിന്നെ ആകെ ഓക്കെ ഫ്ലാറ്റ് ബെഡ് നോക്കാമെന്നൊക്കെ പറഞ്ഞ് അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ഒന്ന് പോലീസിനെ വിളിച്ചപ്പം പോലീസ് അപ്പോൾ വന്നു. പോലീസ് അപ്പം തന്നെ മീൻസ് അപ്പോൾ ഒന്നുമല്ല, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ അപ്പോൾ തന്നെ ഫുള്ള് മറ്റേ എമർജൻസി ലൈറ്റൊക്കെ ഇട്ട് വന്ന് അവർ പിന്നെ അത് ഫുള്ള് ക്ലോസ് ഡൗൺ അല്ല, എൻ്റെ ഭാഗം ഇത് ചെയ്തു, ഐസൊലേറ്റ് ചെയ്തു. അപ്പോൾ പിന്നെ അവർ പിന്നെ ലൈറ്റൊക്കെ ഇട്ട് റോഡ് സെറ്റാക്കിയപ്പോൾ പിന്നെ സീനില്ല. പിന്നെ അവർ വന്നിട്ട് പിന്നെ വണ്ടികൾക്ക് മനസ്സിലാവും ഇങ്ങനെ ഇവിടെ സ്റ്റക്കായി വണ്ടി ഉണ്ട് എന്ന് മനസ്സിലാവും. പിന്നെ കുഴപ്പമില്ല. പിന്നെ അവരെന്നെ പിടിച്ച് അവർ വണ്ടിയിലൊക്കെ ഇരുത്തി, ഞാൻ തണുത്ത് നിൽക്കുന്നുണ്ടപ്പോൾ അവർ പിടിച്ച് വണ്ടിയിലൊക്കെ ഇരുത്തി, സീനില്ല എന്നൊക്കെ പറഞ്ഞ്. പിന്നെ അവർ ആക്ച്വലി ഒരു ഫ്ലാറ്റ് ബെഡ് ഓഫർ ചെയ്തു. പക്ഷെ ഇവർ ഓഫർ ചെയ്യുന്ന ഫ്ലാറ്റ് ബെഡിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അത് ഭയങ്കര എക്സ്പെൻസീവാണ്. അതുമല്ല, അങ്ങനെ ഇവരെന്തോ ഒരു കളക്ഷൻ പോയിന്റിലേക്ക് ഈ സാധനം കൊണ്ടെത്തിക്കൂ. പിന്നെ നമ്മൾ അവിടുന്ന് പിന്നെയും വേറെ ഫ്ലാറ്റ് ബെഡ് എടുത്തിട്ട് പിന്നെയും കൊണ്ടുപോകണം. മൊത്തത്തിൽ ഒരു ഡബിൾ പൈസയാവും. പക്ഷെ നമുക്ക് പിന്നെ ഞാൻ ഇവനെ വിളിച്ച് വേറെ ഫ്ലാറ്റ് ബെഡ് അറേഞ്ച് ചെയ്ത് അയാൾ വന്നിട്ട് എന്താ പ്രശ്നം നോക്കിയില്ല. ഇല്ല, അയാൾക്ക് പിന്നെ വണ്ടി കൊണ്ടുപോകാന്നേ ഉള്ളൂ. അന്ന് നമ്മുടെ ആരുടെയും കയ്യിൽ വണ്ടിയില്ല, നിന്റെ മാത്രമേ വണ്ടിയുള്ളൂ. അയാൾ പിന്നെ ഫ്ലാറ്റ് ബെഡ് കയറ്റി എൻ്റെ വീടിനടുത്തുള്ള ഒരു ഗരാജ് വരെ എത്തിച്ചു. പക്ഷെ അതാ സംഭവം. അയാൾ സംഭവം ആക്ച്വലി ആ സമയത്ത് വണ്ടിക്ക് ഒരു സീനും ഉണ്ടായില്ല. ഇവർ ഈ കണക്ട് ചെയ്തപ്പോൾ ബാറ്ററി കണക്ഷൻ ചെയ്തിട്ടുണ്ടായില്ല, അത് ലൂസായിരുന്നു. അപ്പം അത് ലൂസായപ്പം ഓഫായി പോകുന്നേ, വേറെ ഒന്നുമില്ല. അപ്പം അത് ടൈറ്റ് ആക്കിയപ്പോൾ ശരിയായി. പക്ഷെ എനിക്കതുകൊണ്ട് 200 കൊണ്ട് നഷ്ടപ്പെട്ടു. എന്നിട്ട് അതും പിന്നെ കുറേ ടെൻഷനും പിന്നെ അല്ല അതുമല്ല. അപ്പം ഈ ഫ്ലാറ്റ് ബെഡ് കാരനാണ് പറഞ്ഞത് ഈ റോഡ് അത്ര പഠിപ്പല്ല. അയാൾ പറഞ്ഞു എന്താ കുറച്ച് ദിവസം മുമ്പാണ് എന്തോ ആക്സിഡന്റ് ആയിട്ട് ആൾ മരിച്ചെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്താ പിന്നെ അതിന് ശേഷം ഞാൻ ജോലിക്ക് പോകുമ്പോൾ കൺട്രി റോഡ് എടുത്തിട്ടില്ല, മോട്ടോർ വേ ഉള്ളി. ഓക്കെ, അതായിരുന്നു ആ കഥ. പിന്നെ നമ്മളങ്ങനെ ഇപ്പൊ അതിലേക്ക് ഞാൻ എത്തിച്ചത്
പക്ഷേ കൺട്രി റോഡ്സിനെ കുറ്റം പറയണം. കൺട്രി റോഡ്സ് ഇസ് റിയലി ബ്യൂട്ടിഫുൾ. ബ്യൂട്ടി മാത്രമേ ഉള്ളൂ ഗൈസ്. വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടാണ്. ശരിയാ, ഒരു പ്രഷറുണ്ട്, ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു പ്രഷറുണ്ട്. ആക്ച്വലി ഇല്ലേ, നല്ല വണ്ടി ഉണ്ടെങ്കിൽ വലിയ സീൻ. എൻ്റെ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. 4 ഗിയറും 1.6 കൊണ്ട് എവിടെ എത്താന് മതിയെടു, എനിക്ക് 4 ഗിയറും 1.6 ഒക്കെ മതി. അതുകൊണ്ട് ഞാൻ എത്തുന്നതൊക്കെ എത്തി. ഓക്കെ, നാട്ടിലെന്തൊക്കെയാണ് വിശേഷം? നാട്ടിലെന്താ വിശേഷം? നാട്ടില് സീനാണല്ലോ ഗൈസ്. നാട്ടില് സീനുകൾ നമ്മളെ ബാധിക്കുന്നില്ല. ഡയറക്റ്റ്ലി. ഓക്കെ, ഓൺ എ പോസിറ്റീവ് നോട്ട്, നമ്മളെ വിഴിഞ്ഞം രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചു, നമ്മൾ അതും നേടിയിരിക്കുന്നു. വിഴിഞ്ഞത്ത് തൂത്തുവിട്ട പല സ്ലാബുകളും ഉണ്ടെന്നാണ് തൂത്ത് പറഞ്ഞത്. അതും റിമെമ്പർ നമ്മുടെ ഫുഡ് പോഡ്കാസ്റ്റിൽ ഗസ്റ്റ് ആയിട്ട് വന്ന കാർത്തിക് കൃഷ്ണ വിഴിഞ്ഞം പോർട്ടിന്റെ സൈറ്റ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പല സ്ലാബുകളും തൂത്തുവിട്ടിട്ടുണ്ടെന്നാണ് തൂത്ത് പറഞ്ഞത്. അതിലെനിക്ക് നല്ല പേടിയുണ്ട്. തൂത്തു മറ്റേ പ്രീകാസ്റ്റ്. പക്ഷേ ഹി വാസ് എസെൻഷ്യൽ പാർട്ട്. അത് എനിക്ക് വേണ്ടി വർക്ക് ചെയ്തു എന്നുള്ളത് നമ്മളെ ചീത്ത പേരുണ്ടെങ്കിലും നമ്മൾ വിഴിഞ്ഞം പോർട്ടിന്റെ ഒരു പാർട്ട്ണർ എന്ന നിലയിൽ അത് പറഞ്ഞപ്പോ ഇന്ന് ഞാൻ എന്തോ ട്രോള് കണ്ടായിരുന്നു, ബെസ്റ്റ് എംപ്ലോയി അവാർഡ് അദാനി മോദിക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദാനി മോദിക്കൊരു പോസ്റ്റർ കൊടുക്കുന്നു. അപ്പം ലൈക്ക് എനിക്കൊന്ന് കോൺഗ്രസ് ഇട്ടതാന്ന് തോന്നുന്നു. പക്ഷേ ലൈക്ക് ഗിവിങ് യു ബെസ്റ്റ് എംപ്ലോയി അവാർഡ് എന്നും പറഞ്ഞ് അദാനി മോദിക്ക് സാധനം കൊടുക്കുന്നുണ്ട്. എനിവേസ്, പക്ഷേ വിഴിഞ്ഞം സീ പോർട്ട് ഒരു മൈൽ സ്റ്റോൺ സംഭവമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഫിനാൻഷ്യലി രാജ്യത്തിന് കേരളത്തിനും മെച്ചമുണ്ടാവും. അതായത് എനിക്ക് തോന്നുന്നു കുറെ നാച്ചുറലായിട്ട് തന്നെ അതിന് ഭയങ്കര അഡ്വാൻറ്റേജസ് ഉണ്ട്. അദാനിനോട് താല്പര്യം വേണമെന്നില്ല, പക്ഷേ കേരള പോർട്ടിനോട് താല്പര്യമാവല്ലോ. പോർട്ടിൻ്റെ അടുത്താവാം, പക്ഷേ എനിക്കറിയില്ല. ഓക്കെ, നടക്കട്ടെ. സംഭവം പോർട്ട് ഇസ് ബെനിഫിഷ്യൽ. പക്ഷേ അതിൻ്റെ കൺട്രോൾ ഇപ്പോൾ എയർപോർട്ട്സ് കൊടുത്ത പോലെ അല്ല, ലൈക്ക് പോർട്ട്സിന്റെ കൺട്രോൾസ് ഓക്കെ, പക്ഷെ അതിൽ കൂടെ വരുന്ന ട്രേഡിന് നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ. ലൈക്ക് ഇപ്പോൾ ഒരു സാധനം കൊച്ചിയിൽ ഇറങ്ങി ഇങ്ങോട്ട് വരുന്നതും തിരുവനന്തപുരത്ത് ഇറങ്ങി ഇങ്ങോട്ട് വരുന്നതും തമ്മിലുള്ള കുറെ ലോജിസ്റ്റിക്കൽ അഡ്വാൻറ്റേജസ് എന്തായാലും എവിടെയെങ്കിലും ഗുണമുണ്ടോ? അല്ല, ഗുണം എന്തായാലും ഉണ്ടാവും. പിന്നെ അതുമല്ല, നമ്മളിനിയിപ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള ഇൻഫ്രാസ്ട്രക്ചറും കൂടി നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ അതും ഇതിനൊരു ഫോഴ്സായി മാറും. അങ്ങനെ വിഴിഞ്ഞം പോർട്ട് മൊത്തത്തിൽ ബെനിഫിഷ്യൽ ആയിരിക്കും. പിന്നെ നാട്ടിൽ എന്താ സംഭവിക്കുന്നത്? പിന്നെ നാട്ടിൽ സംഭവിക്കുന്നത് നമ്മുടെ വളരെ ഫേമസ് ആയ നമ്മളെ കുറേ മനുഷ്യന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്താണ് പറയാനുള്ളത്? അത് വെറുതെ കണ്ണിപ്പൊടിയിടൽ എന്നല്ല, ഒരു അതിനകത്ത് എനിക്ക് ലൈക്ക് അശ്വിൻ കോക്ക് പറഞ്ഞ ഡയലോഗ് ലൈക്ക് ആക്ച്വലി വാലിഡ് ആണ്. ഇപ്പം ലൈക്ക് വേടൻ്റെ കാര്യത്തിൽ അശ്വിൻ കോക്ക് പറഞ്ഞത് എന്താ ലൈക്ക് ആൾക്കാർ ലൈക്ക് ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻസും കാര്യവും പറയുന്ന ഒരാൾ പൊളിറ്റിക്കലി അത്ര വോളട്ടൈലാണ്. അങ്ങനെയുള്ളൊരു മനുഷ്യൻ ലൈക്ക് അറിയണം ലൈക്ക് ഹീ ഷുഡ് സ്റ്റേ ഔട്ട് ഓഫ് ട്രബിൾ എന്നെനിക്ക് തോന്നി. അത് കറക്റ്റാണ്. പിന്നെ പക്ഷേ എന്നും പറഞ്ഞ് മനുഷ്യരാണ്, പലരും പല രീതിയിലാണ് ജീവിക്കുന്നത്. വേടൻ പറഞ്ഞതും എനിക്കിഷ്ടമായി. ലൈക്ക് പക്ഷേ വേടൻ പണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നതാണ് എൻ്റെ ഈ ഓർമ്മ. ഉണ്ടാക്കിയിട്ടില്ലെന്ന് പറയുന്നത്. പക്ഷേ ഒരാളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസ് ഉണ്ട്. അത് പക്ഷേ എനിക്ക് തോന്നുന്നു ഒരാളെ പ്രോസിക്യൂട്ട് ചെയ്യുന്ന രീതിയിലല്ലേ പ്രശ്നം. നാട്ടിൽ അതിന് കിട്ടുന്നൊരു അല്ല, 2 പേർക്ക് 2 നിയമമുണ്ട്. അങ്ങനെ ഒരു സാധനം ഉണ്ട് അതിൽ. എനിക്ക് 2 പേർക്ക് 2 നിയമം ഉണ്ടാവാൻ ടീം വേടൻ കേസ് വേറെ പറയാനില്ല. അങ്ങനെയല്ല, പക്ഷെ അതിൻ്റെ അപ്പുറം ഞാനിപ്പോൾ അങ്ങനെ വേടൻ്റെന്ന് മാത്രമല്ല, ഞാനിപ്പോൾ എല്ലാവരുടെ എടുത്താലും നമുക്കൊരു ഡബിൾ സ്റ്റാൻഡ് ഇല്ലേ. നമ്മളിങ്ങനെ ഭയങ്കര എന്തോ അതായത് ലീഗലി തെറ്റായ ഒരു സംഭവം ചെയ്തു, അതിനനുസരിച്ചിട്ടുള്ള നടപടിയിലേക്ക് പോകും. അത് നാച്ചുറലി ആയിട്ട് പോകും. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളിങ്ങനെ ഒരു ബൈനറി ആയിട്ട് നമ്മളിങ്ങനെ ഭയങ്കര ഒരു ബ്ലാക്ക് ആൻഡ് അങ്ങനെ കാണുന്നതിന് പകരം ഇതിലും
അങ്ങനെ ഒരു ആസ്പെക്റ്റും കൂടിയില്ലേ. ഇത് എന്ത് കുറ്റാണ് ചെയ്തെന്നുള്ള ഒരു സംഭവത്തിൻ്റെ അപ്പുറം അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇപ്പം നമ്മളെ നാട്ടിൽ തന്നെയല്ലേ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇവർ ഈ സാധനം ഇപ്പോൾ ഈ പറഞ്ഞ സബ്സ്റ്റൻസ് ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന്മാർ റോഡിൽ നടക്കുന്നതും കാര്യങ്ങളൊക്കെ ഇല്ല. അപ്പം അങ്ങനെ അത് വെച്ച് നടക്കുന്ന ഒരു നാട്ടിൽ ഇത് പിടിച്ചെന്ന് പറഞ്ഞിട്ട് എന്തോ ഭയങ്കര ഒരു പബ്ലിക് ഔട്ട്റേജ്, ഭയങ്കര എന്താ അതിനെ പറയുക, പ്രൊപ്പോർഷനേറ്റ് അല്ല എന്ന് എൻ്റെ അഭിപ്രായം. ഔട്ട്റേജിൻ്റെ ഒരു അതെനിക്ക് തോന്നുന്നു മീഡിയ ഇട്ട് കൊടുക്കുന്നില്ലേ ഇതിന് ഇത്ര ഇത് കിട്ടേണ്ട ആവശ്യമുണ്ടോ? ഈ അത് പിടിച്ചു അത്ര തന്നെ. അല്ല, അതാണ് ഒരു സംഭവം ഇല്ലീഗലായ സംഭവം ചെയ്തു, അതിൻ്റെ നടപടി അവർ തരും. അതെല്ലാം അവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് അവരെ കരിയറും അവരെ ജീവിതവും അവരെ ഹെൽത്തും എല്ലാം അവർ ശ്രദ്ധിക്കേണ്ട കാര്യം. അതനുസരിച്ച് അവർ ചെയ്യും. തെറ്റായ കാര്യം പിടിച്ചു കഴിഞ്ഞാൽ ലീഗലായിട്ടുള്ള കാര്യം കൂടി അവർ നോക്കേണ്ടി വരും. അതിൻ്റേതായ റിപ്പർക്കഷൻസ് അവർ ഫേസ് ചെയ്യും. അതങ്ങനെ പോട്ടെ. പക്ഷേ നമ്മുടെ ഒരു ഔട്ട്റേജിന് ഒരു ഡബിൾ സ്റ്റാൻഡ് ഉണ്ടെന്ന് ഞാൻ പറയുന്നത്. അത് ഞാൻ വേടൻ്റെ എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്, അത് ഇൻസ്റ്റിഗേറ്റ് ചെയ്തതല്ലേ എന്നാ ഞാൻ ചോദിക്കുന്നത്. അത് ആയിരിക്കും. അത് ഞാൻ പറയുന്നത് അതെ, മീഡിയ അവർക്കെന്തോ ഒരു കിട്ടിയ പോലെ തോന്നുന്നുണ്ട്. അവർക്കെന്തോ ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു ചാൻസ് കിട്ടിയ പോലെ തോന്നുന്നുണ്ട്. വളരെ പോപ്പുലർ ആയിട്ട് വളരെ ഇപ്പം എനിക്കറിയില്ല എൻ്റെ ഫീഡുകൾ. ഞാൻ അതുമല്ല, ഞാനിത് ഞാനിത് എസ്പെഷ്യലി ഈ സാധനം ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഈ സാധനം ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത്. കാരണം ഇതിന് ഒരു രാജ്യത്തിൽ നമ്മളെല്ലാവരും ഒരു കൺട്രീൻ്റെ സിറ്റിസൺസ് അല്ലേ. അത് ഈ സാധനം ഇത്ര കോമൺ ആയിട്ട് ബാക്കിയെല്ലാം പബ്ലിക്കായിട്ട് ഈ സാധനം യൂസ് ചെയ്ത് നടക്കുമ്പം ഇവിടെ ഈ പറയുന്ന മിനിസ്ക്യൂൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റി, ഇതിൻ്റെ ഒരു ഔട്ട്റേജ് ഈസ് എൻ്റെ ഇതിൽ ഇതല്ല, ജസ്റ്റിഫൈഡ് അല്ല. പക്ഷേ ലീഗൽ തെറ്റാണ്. ലീഗലി തെറ്റാണ്. അതിൽ സംശയമില്ല, ലീഗലി തെറ്റാണ്. അത് തെറ്റാണെങ്കിലും അത് തന്നെ നീ പറഞ്ഞാൽ എനിക്ക് വയ്യ. സംഭവം ഒരു ഇപ്പം ജയ്സൽമേറിൽ നിന്ന് കഴിഞ്ഞാൽ ഭാങ് ഇസ് ബേസിക്കലി കഞ്ചാവ്. വ്യത്യാസമുണ്ട് എന്തോ, അതിന്റെ ഒരു ഇതുണ്ട്. അതായത് എന്തോ ചെടീന്റെ റൂട്ടും മറ്റേതെന്തോ ഫ്ലവറും അങ്ങനെ വ്യത്യാസം. ഒരു ബോള ബാംഗുലി എന്ന് പറയുന്നത്. പക്ഷേ സെയിം അതിന്റെ ഇതില് വീര്യത്തിലെ വ്യത്യാസമുള്ളൂ. അത് വളരെ ലീഗലാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഏക ലീഗലായിട്ടുള്ള സ്ഥലം ജയ്സൽമേറാന്ന് തോന്നുന്നു. ഈ നമ്മുടെ മറ്റേ ഇതിന്റെ പേരെന്തായിരുന്നു, കുംഭമേള അല്ല, നടക്കുന്ന സ്ഥലത്തൊക്കെ നമ്മളിപ്പം ഈ ചാനലുകൾ, ഈ റിപ്പോർട്ട് ചെയ്ത ചാനലുകളിൽ തന്നെ കുംഭമേളയുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അതിലെ ആൾക്കാർ വലിച്ചടക്കുന്ന വളരെ ഈസി ആയിട്ട് കാണാം നമുക്ക്. അതിന് കേസില്ല, അല്ലെങ്കിൽ അതിന് സങ്കടങ്ങളില്ല. എനിക്ക് ഒരു മനുഷ്യൻ വളർന്നു വരുന്നത് കാരണം അത് അവരെ മിസ്റ്റേക്ക്. ഒന്നുമില്ലെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഇവരും കൂടി ഒന്നുമില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ 2-3 മാസമായിട്ട് ഇത് ഭയങ്കര ആക്റ്റീവായിട്ട് പോലീസും എല്ലാവരും ഇതിങ്ങനെ ഫോഴ്സ് ചെയ്യുന്നുള്ളത്. ഇവർക്കെല്ലാം കുറച്ചൊരു ബോധം ഉണ്ടായിരുന്നു. അതിനനുസരിച്ചിട്ട് ഇവർ പെരുമാറുമായിരുന്നു. പോട്ടെ, ഈ നമ്മളെ വളരെ കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയ 2 ആൾക്കാരെ പിടിച്ചെന്ന് പറയുമ്പോൾ അതിന്റെ നെക്സ്റ്റ് ഡേ എങ്കിലും മറ്റവന് കുറച്ചൊരു ബോധം വരണ്ടേ? ഇത് ഇല്ല, അതുമില്ല. ശരിയാ. ഓക്കെ, അപ്പം അതൊക്കെയാണ് നാട്ടിൽ. പക്ഷെ അല്ലോ, പക്ഷെ ഞാൻ എക്സൈറ്റഡാ. വിഴിഞ്ഞം നമുക്ക് തുടരെ ഇറങ്ങി നമ്മൾ കൺസിക്യൂട്ടീവായിട്ട് 2ാമത്തെ 100 കോടി അടിച്ചിട്ടുണ്ട്. അത് ഒരു ഷൗട്ട് ഔട്ട് ടു തരുൺ മൂർത്തി. ഞാനും ഫിലിം. ഞാൻ എല്ലാവരെയും കൂടെ കാണാൻ പോയില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയി മെനങ്ങാന്നാണ് കണ്ടത്. ഇച്ചിരി ലേറ്റായി പോയി. പക്ഷേ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ പണ്ടത്തെ പടങ്ങളെ പോലെ ഒരു സിമ്പിൾ എന്ന് പറഞ്ഞാൽ ലൈക്ക് പടം നല്ലതാണ്. വളരെ കോംപ്ലക്സ് ആയി നമുക്ക് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യണ്ട. ലൈക്ക് നമ്മൾ എന്റർടൈൻ ചെയ്യുക. ലൈക്ക് പണ്ടത്തെ ഫോർമുല പടം, കുറെ പാട്ട്, തമാശ, എന്നിട്ട് പെട്ടെന്നൊരു കഥ, ലൈക്ക് സീരിയസ്, സങ്കടം, എന്നിട്ടൊരു എൻഡിങ്, ലൈക്ക് ഒരു സാറ്റിസ്ഫൈയിങ് സാധനം. ആൻഡ് അതും ഒരു നല്ല സാധനമാണ്. ലൈക്ക് നല്ലൊരു പടമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. പിന്നെ മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ട് എന്ന് തന്നെ എനിക്ക് പറയണം. മോഹൻലാലിന്റെ ഒരു
ഒരു എന്താ വിന്റേജ് ലാലേട്ടൻ പറയാനല്ല, പക്ഷേ എന്തോ ഒരു വ്യത്യാസം വന്നതുപോലെ തോന്നി അഭിനയത്തിന്. ലൈക്ക് റീസെന്റ് കണ്ടുവന്നതെല്ലാം വെച്ച് ഒരു വ്യത്യാസം, എഫേർട്ട് ഇട്ടോ പോലെ. അല്ല പക്ഷെ പൊതുവെ മൊത്തത്തിൽ സിനിമ കാണുന്നത് ഒരു പഴയ കാലത്തിലേക്ക് പോയതല്ലേ. കുറേ ആൾക്കാർ തിയേറ്ററിൽ പോകുന്നത്, അങ്ങനെ കുറേ വീഡിയോസ് കാണുന്നത്, എല്ലാവർക്കും തിയേറ്ററിലേക്ക് പോകുന്നത് ഒരു ഭയങ്കര ഒരു സന്തോഷമായിട്ട് മാറിയിട്ടില്ല. തിയേറ്റർ കൾച്ചർ തിരിച്ചു വന്നിട്ടുണ്ട്. ഇടയ്ക്ക് കുറച്ച് നാളില്ലായിരുന്നു, കൊറോണ കാരണമൊക്കെയാണ്. പക്ഷേ ആ കൾച്ചർ തിരിച്ചു വന്നിട്ട് ഇപ്പൊ തിയേറ്ററിന്റെ മുമ്പ് മൈക്ക് പിടിച്ചുകൊണ്ട് ന്യൂസ് ചാനലാണ് നിൽക്കുന്നതെങ്കിൽ ഇപ്പൊ ഓൺലൈൻ മീഡിയ ആണ്. എന്നാലും പക്ഷേ കുറെ ആൾക്കാർ പോകുന്നുണ്ട്, പടം കാണാൻ പോകാൻ വേണ്ടി താല്പര്യമുള്ള ആൾക്കാർ കൂടുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷെ പൊതുവെ മലയാള സിനിമക്ക് ഇവിടെ ഞാൻ എത്ര ദിവസം കഴിഞ്ഞാൽ ഞാൻ സിനിമയ്ക്ക് പോയി, പക്ഷേ അവിടെ ഫുള്ളായിരുന്നു. ഒരു ഇനി അടുത്ത നല്ല പടം ഏതാ വരാനുള്ള? അറിയില്ല. എക്സൈറ്റിംഗ് ആയിട്ടുള്ള എമ്പുരാൻ കഴിഞ്ഞു, തുടരും കഴിഞ്ഞു. മോഹൻലാലിന്റെ മറ്റേ സത്യന്തിക്കാൻ മൂവി ഹൃദയപൂർവ്വം റീസെന്റ് കേട്ടത് ഈ ബ്രഹ്മയുഗത്തിന്റെ ടീമും പ്രണവ് മോഹൻലാലും അത് കഴിഞ്ഞു, ഷൂട്ടിംഗ് കഴിഞ്ഞു. അതെന്തായിരിക്കും എന്നൊരു ഐഡിയ ഇല്ല. പ്രണവ് മോഹൻലാൽ ആയത് കൊണ്ട്, പക്ഷെ അതിൽ ഞാൻ കാണുന്നത് ആ ഡയറക്ടർ പ്രണവ് മോഹൻലാലിനെ എടുത്തു എന്നുള്ളതാണ് എന്റെ എക്സൈറ്റ്മെന്റ്. എന്തുകൊണ്ട് എടുത്തു? അതാ കഥയായിട്ട് വർക്കാവുന്നത്. എന്താ സംഭവം നമുക്കിപ്പോൾ അറിയില്ലല്ലോ. ഒരു ട്രെയിലറെങ്കിലും വന്നാൽ തൂത്തു എന്നല്ല പറയണ, വല്ല പാർക്കറും ചെയ്യാൻ കാണും. എന്തായിരിക്കും? പക്ഷെ അയാൾ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? എന്തിനായിരിക്കും? എന്തെങ്കിലും വളരെ സ്പെസിഫിക് അല്ലാണ്ട് ഇയാൾ എടുക്കേണ്ട ആവശ്യം എന്താ എന്തായാലും. പക്ഷെ ഓണ ബ്രൈറ്റർ നോട്ട് മലയാള സിനിമക്ക് എനിക്ക് തോന്നുന്നു നല്ല തിയേറ്റർ ആയിരിക്കും. നല്ല തിയേറ്ററുകാരൊക്കെ പറയുന്നുണ്ട് അവരെ കുറേ കടങ്ങളൊക്കെ തീർന്നു, കുറേ കടങ്ങളൊക്കെ തീർന്നു. എമ്പുരാൻ ശരി, അങ്ങനെ നല്ല 2 പടം വന്നു കഴിഞ്ഞാൽ ആൾക്കാർ രക്ഷപ്പെടുന്നു. അതുണ്ട്. ആകെ ഇഷ്ടപ്പെടാത്ത തിയേറ്റർ സ്റ്റാഫായിരിക്കും മാത്രമായിരിക്കും. കാരണം അടുപ്പിച്ച് 2 പടത്തിന് രാത്രി തുടരും, രാത്രി 2:30 ഷോ, രാത്രി 2:30 തുടങ്ങുന്ന ഷോ. രാത്രി 2 മണിക്കും 2:30 തുടങ്ങുന്ന ഷോ. അതൊക്കെ ഒരു അതായത് ഫസ്റ്റ് ഡേ എന്നല്ല, മറ്റേ പിന്നെ 4ാമത്തെ ദിവസം 3ാമത്തെ ഒന്നിരുത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. കൂടുതൽ ആൾക്കാർ പെട്ടെന്ന് കണ്ടത് നൈറ്റ് ലൈവിലായി തുറക്കും. ഓക്കെ ഗൈസ്, അപ്പം അത്ര പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ തീർക്കുന്നു. ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. എനിക്ക് 2 വാക്ക് പറയാനുണ്ട്. ഇന്ന് എന്നെ വിളിച്ചെടുത്ത് എന്നെ കൊണ്ട് സംസാരിപ്പിച്ചതിനും എന്നെ വിളിച്ചതിനും നന്ദിയും. പിന്നെ എന്താ, എല്ലാവരും നമ്മൾ 2 ആഴ്ച വീഡിയോ ഇട്ടില്ലെന്ന് പറഞ്ഞ് ഇനി ബൂസ്റ്റ് ചെയ്യാതിരിക്കരുത്. ആ ഒരു ബ്രേക്ക് തന്ന സ്ഥിതിക്ക് ഇനി നിർത്താണ്ട് ബൂസ്റ്റ് ചെയ്ത് നമ്മളെ മേളിലെത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെൽ ടിക് ടിക്. അനിൽമോൻ, താങ്ക് യു അനിൽമോൻ, താങ്ക് യു ഫോർ ലിസണിങ് ടു us. Bye from Awkward Silence. Bye.